UGC അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ ഡിഗ്രി PG നിങ്ങൾക്ക് സ്വന്തമാക്കാം. മോണ്ടിസോറി TTC, PPTTC, ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, അക്കൗണ്ടിംഗ് കോഴ്സ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളും ഓൺലൈനായി തന്നെ ചെയ്യാനുള്ള അവസരം എഡ്യൂതാലിം ഇന്റർനാഷണൽ ഒരുക്കുന്നു. ഇന്ന് തന്നെ എഡ്യൂതാലിമിൽ ജോയിൻ ചെയ്യൂ. For more information, you can visit us at Meke Mandil Tower near New Bus Stand, Pandikad Road, Manjeri. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ 9946907624. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴി മുടങ്ങിയവർക്ക് പ്രായഭേദമന്യേ 6 മാസം കൊണ്ട് തന്നെ SSLC +2 പൂർത്തീകരിക്കാനുള്ള അവസരം എഡ്യൂതാലിമിൽ നൽകുന്നു. UGC അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ ഡിഗ്രി PG നിങ്ങൾക്ക് സ്വന്തമാക്കാം. മോണ്ടിസോറി TTC, PPTTC, ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, അക്കൗണ്ടിംഗ് കോഴ്സ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളും ഓൺലൈനായി തന്നെ ചെയ്യാനുള്ള അവസരം എഡ്യൂതാലിം ഇന്റർനാഷണൽ ഒരുക്കുന്നു. ഇന്ന് തന്നെ എഡ്യൂതാലിമിൽ ജോയിൻ ചെയ്യൂ. For more information, you can visit us at Meke Mandil Tower near New Bus Stand, Pandikad Road, Manjeri. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ 9946907624. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡിയായോ അല്ലേ? അപ്പോൾ നമ്മുടെ ബയോളജി എക്സാമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, +2 ബയോളജി അല്ലേ. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കഴിവതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതായിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തും വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടും. ഓക്കെ, ഇനി വലുതായിട്ട് വലുതായിട്ടൊന്നും ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള ടെക്നീക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ല മാർക്കോടെ നമുക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബോട്ടണി പാർട്ടിൽ നിന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് എക്സിബിറ്റ് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ? അതായത് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന പ്ലാന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ മോണോട്രോപ്പ, ഓപ്ഷൻ ബി കസ്ക്യൂട്ട, ഓപ്ഷൻ സി നെപ്പന്തസ്, ഓപ്ഷൻ ഡി മണി പ്ലാന്റ്. ഈ 4 പ്ലാന്റ്സും കേട്ടിട്ടുണ്ടോ? ഈ 4 പ്ലാന്റ്സും കേട്ടിട്ടുള്ളവരുണ്ടോ? മണി പ്ലാന്റ് അറിയാമല്ലോ അല്ലേ, കടലാസ് ചെടി. പിന്നെ കസ്ക്യൂട്ട അറിയാം, നെപ്പന്തസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിക്ചർ പ്ലാന്റ്, മോണോട്രോപ്പ ഇതെല്ലാം അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അറിയില്ലെങ്കിൽ ജസ്റ്റ് നോക്കുക, എല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ മണി പ്ലാന്റ് ഒക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതാ? സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. എന്താണ് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ? മോഡ് ഓഫ് ന്യൂട്രീഷൻസ് ഒരുപാടുണ്ടല്ലേ. ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക്. നമ്മളൊക്കെ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് ആണെങ്കിലോ ഓട്ടോട്രോഫിക് മോഡ്. അപ്പോൾ ഈ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ചോദ്യം. ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല, ഏതാണ് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എക്സിബിറ്റ് ചെയ്യുന്ന പ്ലാന്റ് എന്നാണ് ചോദ്യം. പക്ഷേ നമ്മളതിൽ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും. എന്തിനാണ്? കാരണം നമുക്ക് എങ്കിലേ ഏതാണ് ആ ചെടിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം സാപ്രോഫൈറ്റ്സ് എന്താണെന്നാണ് ആദ്യത്തെ ഒരു ഡിസ്കഷൻ. സാപ്രോട്രോഫ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിനിങ് നറിഷ്മെന്റ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ നിന്ന് എന്ത് ചെയ്യും? അവർ നറിഷ്മെന്റ്, ന്യൂട്രീഷൻ എടുക്കും, സ്വീകരിക്കും. അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് എന്ത്? സാപ്രോഫൈറ്റ്സ്. അതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കിങ്ഡം ഫംഗൈ അല്ലെങ്കിൽ ഫംഗൈ കിങ്ഡം അല്ലെങ്കിൽ ഫംഗസുകൾ. അതാണ് ഫംഗസ്, കിങ്ഡം ഫംഗസ്, ഫംഗസ്, ഫംഗൈ. ഫംഗസിന്റെ പ്ലൂറിലാണെന്ത്? ഫംഗൈ. അപ്പം അവയാണെന്ത്? ശരിക്കുള്ള സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആസ്പദമാക്കിക്കൊണ്ട് വസിക്കുന്ന ജീവികൾ. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ നമുക്ക് നിലവിലുണ്ട്. എന്നാലോ ചില ഫ്ലവറിങ് പ്ലാന്റ്സ്, ചില ബാക്ടീരിയ ഒക്കെ ഈ മോഡ് ഓഫ് ന്യൂട്രീഷനും സ്വീകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ സാപ്രോഫൈറ്റ്സ് തന്നെ എന്താണ്? ഇങ്ങനെ ന്യൂട്രിയൻ ഡിറൈവ് ചെയ്യുമ്പോഴേക്ക് അവിടെ എന്ത് പറ്റും? വേരിയസ് സബ്സ്റ്റൻസസ് ആൻഡ് മിനറൽസ് ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് അതർ ഓർഗാനിസംസ് ക്യാൻ ബി യൂസ്ഡ്. അതായത് സാപ്രോഫൈറ്റ്സ് കോൺട്രിബ്യൂട്ട് ടു ന്യൂട്രിയൻ സൈക്കിൾ. ഒരു സൈക്കിൾ തന്നെ നടക്കുന്നുണ്ട് നമ്മളെ എൻവയൺമെന്റിൽ. ഒന്നിൽ നിന്ന് അടുത്തത്, അടുത്തതിൽ നിന്ന് അടുത്തത്, അങ്ങനെ പോകുമ്പോഴേക്കും ഒരു സൈക്കിൾ ഫോം. കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ തുടങ്ങി പലതരം സൈക്കിൾസ് ഉണ്ട്. ഈ സൈക്കിളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്താണ്? ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന്
നറിഷ്മെൻറ്റ് ഡിറൈവ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ ആ ഒരു ഡെറിവേഷൻ, ആ ഒരു ഫുഡ് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, ഈ സൈക്ലിങ്ങിന് സഹായിക്കും. കാര്യം എന്താണ്, ഒരു നൈട്രജൻ ആണെന്ന് വിചാരിച്ചോ, നൈട്രജൻ ആ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് നൈട്രജനസ് വേസ്റ്റിലേക്ക്, ആ വേസ്റ്റിൽ നിന്ന് അതിനെ നൈട്രേറ്റ് ആക്കി മാറ്റുമ്പോഴേക്ക് ആ നൈട്രേറ്റ് ആണ് പിന്നെ സോയിലിൽ നിന്ന് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സൈക്കിളാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ വീണ്ടും മരണപ്പെടുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഓർഗാനിസംസ് വന്നിട്ട് ആ പ്ലാന്റിൽ നിന്ന് വീണ്ടും നൈട്രജനെ അല്ലെങ്കിൽ ആ നൈട്രജനസ് വേസ്റ്റിനെ തന്നെ വീണ്ടും അബ്സോർബ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണമാക്കും ഏത്, സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതുവഴി സാപ്രോട്രോഫ്സ് എന്ന് പറയുന്ന സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ വഴി ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന തരം ഓർഗാനിസംസ്. അവയെ വിളിക്കുന്ന പേരെന്താണ്, സാപ്രോട്രോഫ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ്. രണ്ട് പേര് വിളിക്കും, സാപ്രോട്രോഫ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ്. സാപ്രോട്രോഫ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ്. ട്രോഫ്സ് എന്ന് പറഞ്ഞാലും ഫൈറ്റ്സ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. സാപ്രോട്രോഫ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ്. ഓക്കെ ഓക്കെ. അടുത്തത് നമ്മൾ ആ 4 ഓപ്ഷൻസിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ പറഞ്ഞു ഓപ്ഷൻസിനെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചെറിയൊരു ബ്രീഫ് നമ്മൾ നോക്കുവാണ്. നെപ്പന്തസ് എന്താണ്, അവയെ കോമൺലി അറിയപ്പെടുന്നത് ട്രോപ്പിക്കൽ പിച്ചർ പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, പിച്ചർ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് നെപ്പന്തസ് ആണ്, അല്ലെങ്കിൽ മങ്കി കപ്സ് എന്നും അറിയപ്പെടാറുണ്ട്. അവയുടെ പ്രത്യേകത എന്താണ്, ബോൾഡ് ലെറ്റേഴ്സിൽ കാണപ്പെടുന്നു. കണ്ടാ, കാർണിവോറസ് പ്ലാന്റ്സ് ആണ്. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ, കാർണിവോറസ് എന്താണ്, നമ്മൾ കൊച്ചിലേ പഠിക്കുന്നതാണ്. കാർണിവോർസ്, ഒംനിവോർസ്, ഹെർബിവോർസ്. ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ പച്ചിലകൾ തിന്നുന്നത്, ഒംനിവോർസ് എന്ന് പറഞ്ഞാൽ പച്ചിലകളും അതുപോലെ മാംസം തിന്നുന്നത്, കാർണിവോർസ് എന്ന് പറഞ്ഞാൽ മാംസം മാത്രം, ഫ്ലഷ് ഈറ്റിംഗ് ആയിട്ടുള്ള. അപ്പോൾ നെപ്പന്തസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലഷ് ഈറ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നെപ്പന്തസ് എന്ന് പറയുന്നത്. ദേ ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ബൈ ട്രാപ്പ് ചെയ്യും ആൻഡ് ഡൈജസ്റ്റിംഗ് ഇൻസെക്ട്സ് ആൻഡ് അതർ സ്മോൾ ഓർഗാനിസംസ്. അവ എന്ത് ചെയ്യും, ട്രാപ്പ് ചെയ്യും, ഇൻസെക്ട്സിനെ ക്യാപ്ചർ ചെയ്യും, പിടിച്ചെടുക്കും, എന്നിട്ട് അവയെ ദഹിപ്പിക്കും. അതാണ് അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ദ മോഡിഫൈഡ് ലീവ്സ് ഓഫ് നെപ്പന്തസ്, അവയ്ക്ക് പ്രത്യേകതരം മോഡിഫിക്കേഷൻ വരുത്തപ്പെട്ട ഇലകളുണ്ട്. ആ ഇലകളാണ് അവയെ അതിന് സഹായിക്കുന്നത്. പിക്ചർ ഷേപ്ഡ് ആയിട്ടുള്ള ഇലകളാണ് ഉള്ളത്. അവരാണ് ആ പിറ്റ് ഫോൾ ട്രാപ്സ് ആയിട്ട് മാറുന്നത്. ഇങ്ങനെ കാണപ്പെടും, അതിലേക്ക് ഇൻസെക്റ്റ് വന്ന് വീഴും, അപ്പോഴേക്ക് അവർ അതിനെ പിടിക്കും, കഴിക്കും. ഓക്കെ, നെപ്പന്തസ് ആർ നോട്ട് സാപ്രോഫൈറ്റിക്. അപ്പോഴെന്താണ് നമുക്ക് ഇത് മനസ്സിലായി, എന്താണ്, ആ ഇൻസെക്ട്സ് ഒരിക്കലും ചത്ത ഇൻസെക്ട്സിനെ അല്ല അവർ കഴിക്കുന്നത്, മറിച്ച് ഇൻസെക്ട്സ് വരുമ്പോഴേക്ക് അതിനെ പിറ്റ് ഫോൾ ആയിട്ട് ട്രാപ്പ് ചെയ്തിട്ട് അതിനെ ഇൻജസ്റ്റ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവം, അവിടെ അത് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ലൈവ് ഫോമിനെയാണ് എടുത്ത് കഴിക്കുന്നത്, അത് പിടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ കാർണിവോറസ് ആണ്. ഒരു സിംഹം അല്ലെങ്കിൽ പുലിയൊക്കെ കഴിക്കുന്നത് ആ ഒരു രീതിക്കാണ്. ഫ്ലഷ് ഈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഏത്, പിക്ചർ പ്ലാന്റ് അല്ലെങ്കിൽ നെപ്പന്തസ് അല്ലെങ്കിൽ മങ്കി കപ്പ് എന്ന് അറിയപ്പെടുന്ന ആ പ്ലാന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കസ്ക്യൂട്ട. കസ്ക്യൂട്ട ഇസ് എ പാരാസിറ്റിക് പ്ലാന്റ് അല്ലേ. പാരസിറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കസ്ക്യൂട്ട. കസ്ക്യൂട്ട നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, കസ്ക്യൂട്ട ഇസ് എ പാരസിറ്റിക് പ്ലാന്റ് ദാറ്റ് ലാക്സ് ക്ലോറോഫിൽ. അവർക്ക് എന്തില്ല, ക്ലോറോഫിൽ ഇല്ല. ക്ലോറോഫിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഓട്ടോട്രോഫ് ആവുമായിരുന്നു. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫ്സ് ആണെന്ന് നമുക്കറിയാമല്ലോ. ഓട്ടോട്രോഫ്സ് ആണ് മിക്ക പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാക്സ് ക്ലോറോഫിൽ ആൻഡ് റിലൈസ് ഓൺ അതർ ഹോസ്റ്റ് പ്ലാന്റ്സ് ഫോർ ന്യൂട്രിയൻസ്. അതായത് മറ്റൊരു ഓർഗാനിസം, മറ്റൊരു പ്ലാന്റിനേക്കും അവ എപ്പോഴും എന്ത് ചെയ്യുന്ന, ആസ്വദിക്കുക അല്ലെങ്കിൽ ആശ്രയിക്കുക. മൊത്തത്തിൽ വേറൊരു പ്ലാന്റ്സിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് പാരസൈറ്റിക് ഫോം ഓഫ് ന്യൂട്രിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും. എന്താ പറയുക, ഹോസ്റ്റോരിയ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ, ഒരു നെറ്റ്വർക്ക് ഫോം പോലെ കാണുന്ന ആ ഒരു സ്ട്രക്ചർ ചെന്നിട്ട് എന്ത് ചെയ്യും, പെനട്രേറ്റ് ചെയ്യും, ഹോസ്റ്റിൻ്റെ വാസ്കുലർ സിസ്റ്റത്തിലേക്ക് കടന്നാക്രമിച്ചിട്ട് വാട്ടർ മിനറൽസും എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം പിടിച്ചെടുക്കും. ഓക്കെ, പെനട്രേറ്റ് എന്ന് പറഞ്ഞാൽ കുത്തിക്കയറുക എന്നാണ്. അങ്ങനെ കുത്തിക്കയറിയിട്ട് അതിനെ മൊത്തത്തിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. പിന്നെ അവയെ വേറൊരു വിളിപ്പേരുണ്ട് അവർക്ക്, ഈ കസ്കുട്ടയെ വേറൊരു വിളിപ്പേരെന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്നത് ഡോഡർ പ്ലാന്റ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, ഡീകമ്പോസിങ് ഓർഗാനിസംസിൽ നിന്നല്ല, ഹോസ്റ്റ് ജീവിച്ചിരിക്കുമ്പോഴല്ലേ വാസ്കുലാർ ടിഷ്യൂ വഴി പ്ലാന്റ്സും മിനറൽസും വാട്ടർ മിനറൽസും എല്ലാം പോകും. അപ്പോൾ ആ ജീവനുള്ള പ്ലാന്റ്സിൽ നിന്നാണ് അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെയും ഡെഡ് ആൻഡ് ഡിക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നല്ല അവരുടെ ന്യൂട്രീഷൻ അവർ എടുക്കുന്നത്. കസ്ക്യൂട്ട അതുകൊണ്ട് എന്താണ്, സാപ്രോഫൈറ്റിക് അല്ല, നോട്ട് സാപ്രോഫൈറ്റിക്. അപ്പം 2 ഓപ്ഷൻസ് നമുക്ക് വെട്ടിപ്പോയി. ഏതൊക്കെയാണ് ആ 2 ഓപ്ഷൻസ്? നെപ്പന്തസും പോയി, കസ്ക്യൂട്ടയും പോയി. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള മോണോട്രോപ്പ നോക്കാം. ഓക്കെ, മോണോട്രോപ്പ എന്ന് പറഞ്ഞാൽ അവയെ വേറൊരു പേര് അറിയപ്പെടുന്ന ഇന്ത്യൻ പൈപ്പ് അല്ലെങ്കിൽ ഗോസ്റ്റ് പ്ലാന്റ് എന്ന് വിളിക്കപ്പെടുന്നു. മൈക്കോ ഹെട്രോട്രോപിക് എന്ന് വേണമെങ്കിൽ പറയാം. മൈക്കോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫംഗസുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഇനം. മൈക്കോ റൈസ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ.
അപ്പം സ്ട്രിക്ട്ലി സാപ്രോഫൈറ്റിക് അല്ല, എപ്പോഴും അത് സാപ്രോഫൈറ്റിക് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ ചില സമയത്തൊക്കെ സാപ്രോഫൈറ്റിക് എന്നും പറയാം. മൈക്കോഹെട്രോട്രോഫി ഈസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ദ plants obtain nutrients from a mycorrhizal fungus which in turn is considered connected to the roots of nearby trees. അതായത് അടുത്ത് കാണപ്പെടുന്ന മരങ്ങളുടെ വേരുകൾ, ആ വേരിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന മൈക്കോറൈസ അസോസിയേഷൻ, അതായത് ഫംഗസിന്റെ ഒരു അസോസിയേഷൻ മൈക്കോറൈസ, അതിൽ നിന്നും ന്യൂട്രിയൻ ഡിറൈവ് ചെയ്യും ആര് മോണോട്രോപ്പ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്. അത് എപ്പോഴും സാപ്രോഫൈറ്റിക് ആയിരിക്കണമെന്നില്ല, എന്നാൽ ചില സമയങ്ങളിൽ സാപ്രോഫൈറ്റിക് ഫോം ഓഫ്, അതായത് ഡെഡ് ആൻഡ് ഡിക്കേയിങ് മാറ്ററിൽ നിന്നും ഡിറൈവ് ചെയ്യും എന്ത് ന്യൂട്രിയൻസ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. പക്ഷെ എന്നാലും സ്ട്രിക്ട്ലി സാപ്രോഫൈറ്റിക് അല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ ഡൗട്ട് മാർക്ക് ചെയ്ത് അങ്ങ് അടുത്ത ഓപ്ഷൻ നമ്മൾ പരിശോധിക്കുകയാണ്. മണി പ്ലാന്റ്. എന്താണ് കടലാസ് ചെടി അല്ലേ? മണി പ്ലാന്റ് ആർ എപ്പിഫൈറ്റിക് പ്ലാന്റ്സ്. ഓക്കെ, എപ്പിഫൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പി മീൻസ് അപ്പ് എന്നാണ് കേട്ടോ. വിച്ച് മീൻസ് ദേ ഗ്രോ ഓൺ സ്ട്രക്ചേഴ്സ് ലൈക്ക് ട്രീസ് ഓർ റോക്സ് ബട്ട് ഡു നോട്ട് ടേക്ക് ന്യൂട്രിയൻസ് ഡയറക്ട്ലി ഫ്രം ദം. ഇൻസ്റ്റെഡ് ദേ യൂസ് these structures for support while obtaining nutrients and water from air and rain. അതായത് അവ വളരുന്ന എവിടെയാണ്? ട്രീസിൻ്റെ അല്ലെങ്കിൽ മരത്തിൻ്റെ അല്ലെങ്കിൽ പാറകളുടെയൊക്കെ മുകളിലാണ് അവരുടെ വളർച്ച. എന്നിട്ടോ അവർ ന്യൂട്രിയൻസ് എടുക്കുന്നത് ഒന്നുകിൽ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ വായുവിൽ നിന്നൊക്കെയാണ് അവരുടെ ന്യൂട്രിയൻസ് അവർ ഡെറൈവ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് സംഭവം? ഇവിടെയും ലൈവ് ന്യൂട്രീഷൻ ഡെറിവേഷൻ ആണ്. അവർ നിലകൊള്ളുന്നത് എവിടെയാണ്? എപ്പിഫൈറ്റിക് ആയിട്ടുള്ള കണ്ടീഷനാണ്, അതായത് എന്തിൻ്റെയെങ്കിലും മോളിലാണ്, എസ്പെഷ്യലി ട്രീസിൻ്റെയൊക്കെ മോളിലാണ്. അതുകൊണ്ട് എപ്പിഫൈറ്റിക് പ്ലാന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അപ്പോൾ ഇവിടെയും സാപ്രോഫൈറ്റിക് ഫോം അല്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ സാപ്രോഫൈറ്റിക് എന്ന് നമുക്ക് കുറച്ചെങ്കിലും വിളിക്കാവുന്നത് ഏതാണ്? മോണോട്രോപ്പ എന്ന് പറഞ്ഞ ആ ഒരു ചെടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ 1 ഈസ് മോണോട്രോപ്പ, അതായത് ഓപ്ഷൻ A. Right. The next question. Which of the following is a broad spectrum antibiotic? നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. +2 ശേഷം നീറ്റ് എൻട്രൻസ് കോച്ചിങ് ഒക്കെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു എന്താ പറയുക 4 ഓപ്ഷനിൽ ഏതാണ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്? ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ, സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്പെക്ട്രം അല്ലേ? സ്പെക്ട്രോസ്കോപ്പി, സ്പെക്ട്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്യപ്പെടുന്ന ആൻറ്റിബയോട്ടിക് ഏതെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പെനിസിലിൻ്റെ ആൻറ്റിബയോട്ടിക് ആണോ? പെനിസിലിൻ ഡിറൈവ്ഡ് ഫ്രം പെനിസിലിയം നൊട്ടേറ്റം അല്ലേ? ഓക്കെ, പക്ഷെ അത് ആൻറ്റിബയോട്ടിക് അല്ലല്ലോ, ആണോ? നോക്കാം നമുക്ക്. ആൻറ്റിബയോട്ടിക് ആണ്. എരിത്രോമൈസിനോ? ആണോ? ഡൗട്ടുണ്ട്. സ്ട്രെപ്റ്റോമൈസിനോ? അതും ഡൗട്ടുണ്ട്. പാരസെറ്റാമോൾ ആൻറ്റിബയോട്ടിക് ആണോ? ആണെന്ന് പറഞ്ഞാൽ വെറും പൊട്ടത്തെറ്റാണ്. ഇപ്പോൾ ഒരിക്കലും പാരസെറ്റാമോൾ ഈ ഓപ്ഷൻസിൽ നമ്മൾ ആദ്യമേ എലിമിനേറ്റ് ചെയ്യുക. കാരണം പാരസെറ്റാമോൾ ഒരിക്കലും ഒരു ആൻറ്റിബയോട്ടിക് അല്ല. മറിച്ച് പാരസെറ്റാമോൾ എന്താണ്? പാരസെറ്റാമോൾ ഒരു അനാൽജസിക് ആണ്, അതായത് പെയിൻ റിലീവറാണ്. അതുകൊണ്ടാണ് വേദനകൾ വരുമ്പോൾ ഒക്കെ നമ്മളതിനെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫീവർ, ചൂട് അല്ലെങ്കിൽ പനി കുറയ്ക്കുന്നതാണ് പാരസെറ്റാമോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെനിസിലിനാണ്. പെനിസിലിൻ അത് നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. അതെന്ത് ചെയ്യും? പ്രൈമർലി ടാർഗറ്റ്സ് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകളാണ് ടാർഗറ്റ് ചെയ്യുക. ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രാം സ്റ്റെയിനിങ്ങിൽ പോസിറ്റിവിറ്റി, അതായത് റീറ്റെയിൻ ചെയ്യുക, കളർ, വയലറ്റ് കളർ റീറ്റെയിൻ ചെയ്യുന്ന പരിപാടിയാണ് ഗ്രാം പോസിറ്റിവിറ്റി എന്ന് പറയുക. അത് മാത്രമേ, അങ്ങനത്തെ ഉള്ള ബാക്ടീരിയകൾ മാത്രമേ എന്ത് ചെയ്യൂ? പെനിസിലിൻ പ്രൈമർലി ടാർഗറ്റ് ചെയ്യൂ. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് ആണ് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ് ഒക്കെ. ഓക്കെ, പിന്നെ എരിത്രോമൈസിൻ ആണെങ്കിലോ മാക്രോലൈറ്റ് ക്ലാസ് ഓഫ് ആൻറ്റിബയോട്ടിക്സിലാണ് വരിക. അവയാണെങ്കിൽ കുറേ അധികം എന്താ പറയുക റേഞ്ച് ബാക്ടീരിയകളെ അവർ ടാർഗറ്റ് ചെയ്യും. അതിനെ നമുക്ക് വേണമെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻഫെക്ഷൻസ്, സ്കിൻ ഇൻഫെക്ഷൻ, പിന്നെ അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ തുടങ്ങിയവയൊക്കെ അത് ക്യൂർ ചെയ്യാനായിട്ട് സഹായിക്കും. ഏത്? എരിത്രോമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്. പിന്നെ നമുക്ക് ഉള്ളത് സ്ട്രെപ്റ്റോമൈസിൻ ആയിരുന്നു.
അവയെയും പൊതുവെ കൺസിഡർ ചെയ്യപ്പെടുന്നത് നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആയിട്ടാണ്. അവ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പെനിസിലിൻ്റെ നേരെ വിപരീത രീതിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ ആക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് കൂടുതലായിട്ട് സ്ട്രെപ്റ്റോമൈസിൻ ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ ചില മൈക്രോ ബാക്ടീരിയയും. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിൻ ഹാസ് ബീൻ ഹിസ്റ്റോറിക്കലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ട്യൂബർക്ലോസിസ്. ഏതാണ്? ഇതൊരു ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അതായത് ഇവിടെ ഒരു ചോദ്യമാണ് നമ്മൾ ഇത്രയും തന്നെ ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ പല അധികം ചോദ്യങ്ങൾക്കുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഏതിനാണ് ട്യൂബർക്ലോസിസിനെ ചികിത്സിക്കാനായിട്ട് ഹിസ്റ്റോറിക്കലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? സ്ട്രെപ്റ്റോമൈസിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നാരോ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കിനെയാണ് നാരോ സ്പെക്ട്രം എന്ന് പറയുന്നത്. ആ ഒരു കേസിലാണ് പെനിസിലിൻ എന്ത് ചെയ്യുക? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് നേരെയാണ് പെനിസിലിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് സ്ട്രെപ്റ്റോമൈസിൻ ആണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് നേരെയാണ്. പാരസിറ്റമോൾ ആണെങ്കിലോ അത് ആൻറ്റിബയോട്ടിക് തന്നെ അല്ല. അപ്പോഴാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എറിത്രോമൈസിനാണ് ശരിയായ ഉത്തരം. കാരണം അവ രണ്ട് റേഞ്ചിലുള്ള ബാക്ടീരിയകളെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെയിൻലി ഇൻഫെക്ഷൻസ്, സ്കിൻ ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ തുടങ്ങിയവയാണ് അവ ടാർഗറ്റ് ചെയ്ത് ശരിപ്പെടുത്താറുള്ളത്. ഓക്കെ, വർക്ക് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ചുകൂടെ നമുക്ക്, അതായത് ഇതിപ്പം വീണ്ടും കമ്പാരിറ്റീവ്ലി ആണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ മോണോട്രോപ്പയുടെ കേസ് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ആണ് നമ്മൾ പറഞ്ഞത്. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത്. കാരണം ഓപ്ഷൻസ് അങ്ങനെയായിരുന്നു. നമ്മൾ പരീക്ഷയ്ക്ക് അങ്ങനെയാണ് നോക്കാൻ. കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുക. പിന്നെ ഇവിടെ എക്സാമ്പിൾസ് ഓഫ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. അമോക്സിസിലിൻ, അതായത് പെനിസിലിൻ എന്ന് പറഞ്ഞ ഗ്രാം പോസിറ്റീവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെട്ട അമോക്സിസിലിൻ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്. ഓക്കെ, കാരണം കുറേ വൈഡ് റേഞ്ചിനെ അവർ ടാർഗറ്റ് ചെയ്യും. റെസ്പിറേറ്ററി പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനെതിരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഫ്ലോക്സാസിൻ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് എ ഫ്ലോറോ ക്വിനോലിൻ ആൻറ്റിബയോട്ടിക്. ഓക്കെ, ദാറ്റ് ഈസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ബോത്ത് gram positive and both gram negative as well. So often used for urinary tract and respiratory infections. ഇതും അതേ urinary tract as well as respiratory bacterial infectionsനെതിരെ പ്രയോഗിക്കപ്പെടുന്ന സിപ്രോഫ്ലാക്സിൻ, അതും ഒരു എക്സാമ്പിളാണ്. സിപ്രോഫ്ലോക്സാസിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഡോക്സിസൈക്ലിൻ. അതെന്താണ്? എ ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് ആണ്. ദാറ്റ് കവേഴ്സ് എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ബാക്ടീരിയ ഇൻക്ലൂഡിംഗ് ദോസ്. അത് വീണ്ടും റെസ്പിറേറ്ററി ആൻഡ് സ്കിൻ ഡിസീസസിനെതിരെയുള്ള ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ എക്സാമ്പിളാണത്. പിന്നെ ഓഗ്മെൻറ്റിൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അതിന് വേറെ പേര് ക്ലാവുലാനിക് ആസിഡ് എന്നും പറയും. എന്താണ്? അമോക്സിസിലിനും ക്ലാവുലാനിക് ആസിഡും ഒരുമിച്ച് ചേർത്തുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സ്ട്രാ പറഞ്ഞതാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് എ കെമിക്കൽ വിച്ച് ഇസ് യുണീക്ക് ഇൻ ബാക്ടീരിയ. ഓക്കെ, നെയിം ദ കെമിക്കൽ. അതായത് ബാക്ടീരിയയുടെ സെൽ വാൾ ഒരു യുണീക്ക് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഡയറക്റ്റ് ഉത്തരം പറയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തായിരിക്കും? ഓപ്ഷൻസ്: പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ട് നമുക്ക്, ഓപ്ഷൻ ബി ആയിട്ട് കൈറ്റിൻ ഉണ്ട്, ഓപ്ഷൻ സി ആയിട്ട് ലിഗ്നിൻ ഉണ്ട്, ഓപ്ഷൻ ഡി ആയിട്ട് സെല്ലുലോസ് ഉണ്ട്. നമുക്ക് ഡിയിൽ നിന്ന് തുടങ്ങാം. സെല്ലുലോസ് എന്തായിരിക്കും? സെല്ലുലോസ് കൊണ്ടുണ്ടാക്കപ്പെട്ട സെൽ വാൾ കാണപ്പെടുന്നത് പ്ലാന്റ്സിലാണ് അല്ലേ? പിന്നെ ലിഗ്നിൻ പ്ലാന്റ്സിൽ തന്നെ കാണപ്പെടുന്ന, കൈറ്റിൻ നമ്മൾ പറയുകയുണ്ടായി ഫംഗസിന്റെ സെൽ വാളായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ബാക്കിയുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കാനാണ്. അതാണ് സെൽ വാൾ ഓഫ് ബാക്ടീരിയ ഇസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. ഉണ്ടോ? സെൽ വാൾ ഓഫ് ബാക്ടീരിയ ഇസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ, അല്ലെങ്കിൽ അവയെ പറയുന്ന വേറൊരു പേരാണ് ഈ കൊടുത്തേക്കുന്നത്, മ്യൂറിൻ എന്നും പറയപ്പെടും. അതായത് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു ദ ബാക്ടീരിയ സെൽ വാൾ. പിന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എഴുതിയിട്ടുണ്ട്. ആൾട്ടർനേറ്റിംഗ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമിൻ, എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്, ഇത് രണ്ടും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ക്രോസ് ലിങ്ക്ഡ് ബൈ ഷോർട്ട് പെപ്റ്റൈഡ് ചെയിൻസ്. പിന്നെന്താ? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണെങ്കിൽ, അതായത് ഈ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഗ്രാം പോസിറ്റീവിലാണെങ്കിൽ തിക്ക് ലെയർ ആയിരിക്കും, ഗ്രാം നെഗറ്റീവിലാണെങ്കിൽ തിൻ ലെയർ ആയിരിക്കും. എന്തിന്? പെപ്റ്റിഡോഗ്ലൈക്കാനിൽ. ഓക്കെ, ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്.
പിന്നെ കൈറ്റിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കൈറ്റിൻ ഏതിൻ്റെയൊക്കെയാണ് കാണുക? ഫംഗയിൽ കാണപ്പെടും. പിന്നെ ആർത്രോപോഡ്, അതായത് ഇൻസെക്ട്സിൽ കാണപ്പെടും, ഇൻക്ലൂഡിങ് ഇൻസെക്ട്സ്, സ്പൈഡേഴ്സ്, ക്രസ്റ്റേഷ്യൻസ് ആൻഡ് അതർ റിലേറ്റഡ് ഓർഗാനിസംസ്. അവയുടെയൊക്കെ സെൽ വാളിൽ എന്താണ്, അല്ലെങ്കിൽ എക്സോസ്കെലിറ്റൻസിൽ, സെൽ വാളിൽ ഫംഗസിൻ്റെ സെൽ വാളിൽ, പക്ഷേ ഇൻസെക്ട്സിൻ്റെ എക്സോസ്കെലിറ്റൻസിൽ. അതുകൊണ്ടാണ് ഇൻസെക്ട്സിനൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ അതിനെയൊക്കെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അതിനെയൊക്കെ അടിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു റിജിഡിറ്റി സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ക്രാബ് പോലുള്ള ഫുഡ്സിനും അല്ലെങ്കിൽ നമ്മളെ ചെമ്മീൻ പോലുള്ള ഫുഡ്സിനും ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ കാരണം അതാണ് കൈറ്റിൻ, എക്സോസ്കെലിറ്റൻ. പിന്നെ ലിഗ്നിൻ കാണപ്പെടുക പ്ലാന്റ്സിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ അത് റിജിഡിറ്റി ടു ദ സെൽ വാൾ, അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ വുഡി പ്ലാന്റ്സിൽ കാണപ്പെടും, വുഡിൻ്റെ മെയിൻ പാർട്ടാണ്, ഹാർഡ് വുഡിലൊക്കെ കാണപ്പെടുന്ന ഒരു മെയിൻ പോർഷനാണ്, അതായത് മെയിൻ കോമ്പണൻ്റ് ആണ് എന്ത്, ലിഗ്നിൻ എന്ന് പറയുന്നത്. പിന്നെ സെല്ലുലോസിലാണെങ്കിൽ അത് സെൽ വാൾ ഓഫ് പ്ലാന്റ്സ് ആണ്. അത് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഹ്യൂമൻ പ്ലാസെന്റ. എന്തായിരിക്കും? HCG, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, അല്ലെങ്കിൽ ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, ഈസ്ട്രജൻ. ഇതെല്ലാം നമുക്ക് പറയാവുന്ന ഉത്തരങ്ങളാണ് അല്ലേ? പ്രൊജസ്ട്രോൺ. ഓക്കെ, നമുക്കിനി ജസ്റ്റ് അതിനെ ഒന്ന് ഓടിച്ച് പറയാം, കാരണം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണം ഡിഫൈൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് പ്രൊജസ്ട്രോൺ, ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് HCG എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. HCG അല്ലെങ്കിൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ one of the earliest indicators of pregnancy and is responsible for maintaining the corpus luteum during the early stages. അതായത് പ്രഗ്നൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, പ്രഗ്നൻസി സൂചിപ്പിക്കാനായിട്ട് ഉതകുന്ന ഒരു എയർലിസ്റ്റ് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ഈ HCG എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യും, കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ ആ ഒരു എയർലി സ്റ്റേജിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയം പൊട്ടിപ്പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. എൻഷോറിംഗ് ദ കണ്ടിന്യൂഡ് പ്രൊഡക്ഷൻ ഓഫ് പ്രൊജസ്ട്രോൺ. ആ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണല്ലോ പ്രൊജസ്ട്രോൺ വരുന്നത്. അപ്പം പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി പ്രൊജസ്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ദ യൂട്രൈൻ ലൈനിങ് ആൻഡ് സപ്പോർട്ടിംഗ് ദ പ്രൊജസ്ട്രോൺ. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ആ യൂട്രൈൻ ലൈൻ, യൂട്രസിൻ്റെ ലൈൻ കട്ടിക്ക് അവിടെ നിലനിൽക്കുകയും പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നത്. പിന്നെ അടുത്ത ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ ആണ്. ദ പ്ലസൻറ്റ ഈസ് എ മേജർ സോഴ്സ് ഓഫ് പ്രൊജസ്ട്രോൺ ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രൊജസ്ട്രോണിൻ്റെ ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയുന്നത് പ്ലസൻ്റയാണ്. പ്രഗ്നൻസി ടൈമിൽ പ്രൊജസ്ട്രോൺ ഹെൽപ്സ് മെയിൻറ്റെയിൻ യൂട്രൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇറ്റ് ഓൾസോ പ്ലേസ് എ റോൾ ഇൻ പ്രിപ്പയറിംഗ് ദ ബ്രസ്റ്റ് ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ. അതായത് മിൽക്ക് പ്രൊഡക്ഷൻ, അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട എന്താണ്, പാൽ നൽകുന്നതിനായിട്ടുള്ള ബ്രസ്റ്റ് ഫോർമേഷനുള്ള സഹായമെല്ലാം ഈ പ്രൊജസ്ട്രോൺ ആണ് നൽകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസൻറ്റ പ്രൊഡ്യൂസസ് ഈസ്ട്രജൻ പ്രൈമറി ഇൻ ദ ഫോം ഓഫ് ഈസ്ട്രാഡയോൾ. ഈസ്ട്രാഡയോൾ ആണ് പിന്നെ ഈസ്ട്രജൻ ആയി വരുന്നത്. ഈസ്ട്രാഡയോളിൻ്റെ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, പ്ലസൻറ്റ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈസ്ട്രജൻ ഹെൽപ്സ് റെഗുലേറ്റ് വേരിയസ് ആസ്പെക്ട് ഓഫ് പ്രഗ്നൻസി ഇൻക്ലൂഡിങ് ദ, അതായത് ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ്. ഒരു കുഞ്ഞ് ഡെവലപ്പ് ആവുന്നത് തൊട്ട്, കുഞ്ഞിൻ്റെ ഗർഭപാത്രത്തിലുള്ള സ്റ്റേജിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജ് മുതൽ എന്ത് ചെയ്യുക, ദ ഗ്രോത്ത് ഓഫ് പ്ലസൻറ്റ, ദ പ്രിപ്പറേഷൻ ഓഫ് ദി ബ്രസ്റ്റ് ഫോർ ലാക്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ആ പാൽ നൽകാൻ വേണ്ടിയുള്ള ബ്രസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും അധികം സഹായകമായിട്ട് നിൽക്കുന്ന ഒരു ഹോർമോൺ ഏതാണ്, ഈസ്ട്രജനാണ്. അപ്പോൾ അതിൻ്റെയും ഫോർമേഷനിൽ പങ്കെടുക്കുന്നുണ്ട് ആര്, പ്ലാസൻറ്റ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ എന്ന് പറയുന്ന ഒരു HPL ഹോർമോണാണ്. ഓൾസോ നോൺ ആസ് കൊറിയോണിക് സൊമാറ്റോമാമോട്രോപ്പിൻ എന്ന് പറഞ്ഞ പേരിലും അറിയപ്പെടുന്നു. HPLൻ്റെ അതർ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കൊറിയോണിക് സൊമാറ്റോമാമോട്രോപ്പിൻ. ഓക്കെ, ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാസൻറ്റ ആൻഡ് ഹാസ് പ്രോപ്പർട്ടീസ് സിമിലർ ടു ഗ്രോത്ത് ഹോർമോൺ ആൻഡ് പ്രൊലാക്റ്റിൻ. ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്താണ്, പ്ലസൻ്റയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. HPL പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, പ്ലസൻ്റയാണ്. കാരണം ആ പേരിൽ തന്നെ ഉണ്ട്, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്തായിരിക്കും, എല്ലാം അതിൻ്റെ ഉത്തരമാണ് എങ്കിലും നമുക്ക് ഒരൊറ്റ ഓപ്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റെസ്പോൺസ് ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. കാര്യം ആ പേരിൽ തന്നെ ഉണ്ട്. HPL ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാസൻറ്റ ആൻഡ് ഹാസ് പ്രോപ്പർട്ടീസ് സിമിലർ ടു ഗ്രോത്ത് ഹോർമോൺ ആൻഡ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ്റെയും ഗ്രോത്ത് ഹോർമോണിൻ്റെയും ഒക്കെ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇറ്റ് ഹെൽപ്പ് സപ്പോർട്ട് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീറ്റസ്. അത് ഗ്രോത്ത് ഹോർമോൺ എന്ന് നമുക്കറിയാം, വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്.
പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ ലാക്ടേറ്റിംഗ് മദേഴ്സിന് ലാക്ടേഷന് സഹായിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ആ ഒരു ഫംഗ്ഷനാണ് പ്രൊലാക്റ്റിൻ എന്നുള്ളത്. അതേ ഫംഗ്ഷൻ എവിടെ ഉണ്ട്? HPLലും കാണപ്പെടും. അതേസമയം ഗ്രോത്ത് ഹോർമോണിൽ കാണപ്പെടുന്നതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്, അതായത് കുട്ടിയുടെ ആ ശിശുവിൻ്റെ വളർച്ച. അപ്പം അതും ഈ HPLൽ കാണപ്പെടുന്നു. അപ്പം രണ്ട് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ ഒറ്റയടിക്കാണ് എന്ത് നടത്തുന്നത്? HPL എന്ന് പറഞ്ഞ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ എന്ന് പറഞ്ഞ ആ ഒരു ഹോർമോൺ നടത്തുന്നത്. ദീസ് ഹോർമോൺസ് വർക്ക് ടുഗെദർ ടു ക്രിയേറ്റ് എ ഹോർമോണൽ എൻവയൺമെന്റ് ദാറ്റ് സപ്പോർട്ട്സ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി, എൻഷോറിംഗ് ദ പ്രോപ്പർ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ദ മെയിൻ്റനൻസ് ഓഫ് ദ യൂട്രൈൻ എൻവയൺമെന്റ്. ഈ ഹോർമോൺസ് എല്ലാം നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ 4 ഹോർമോൺസ് ഒരുമിച്ച് കൂടിയാണ് ആ ഒരു ഹോർമോണൽ എൻവയൺമെന്റ്, അതായത് ഒരുമിച്ച് സംയോജിപ്പിച്ചുള്ള ആ ഒരു വർക്ക് നടക്കുമ്പോഴാണ് ആ പ്രഗ്നൻസിയുടെ പല സമയത്തായിട്ടുള്ള എല്ലാ ആവശ്യഘട്ടങ്ങളും പരിഹരിച്ച് നിർവഹിച്ച് പോകുന്നത്. എൻഷോറിംഗ് ദ പ്രോപ്പർ ഡെവലപ്മെന്റ് ഓഫ് ദ ആ ഒരു കുട്ടിയുടെ ഫീറ്റസിൻ്റെ കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുന്നത്. ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ യൂട്രൈൻ എൻവയൺമെൻറ്റ്, ആ ഒരു യൂട്രൈൻ എൻവയൺമെൻറ്റിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഹോർമോൺസ് വിച്ച് സ്റ്റിമുലേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡ്യൂറിങ് പ്യൂബേർട്ടി. പ്യൂബേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായപൂർത്തി അല്ലെങ്കിൽ പക്വത, പ്രായപൂർത്തി എത്തുന്ന സമയം പ്യൂബേർട്ടി അല്ലേ? 12 അല്ലെങ്കിൽ ആ ഒരു അഡോളസൻസ് ഏജാണ് പ്യൂബേർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏജിലെത്തുമ്പോൾ പ്യൂബേർട്ടി നമ്മൾ പറയാം 12, 13 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഏകദേശം ഒരു ആവറേജ് ഏജ് ആയിട്ട്. അപ്പോൾ ആ ഒരു ഏജിലെത്തുമ്പോഴുള്ള മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കപ്പെടുന്ന ആ ഒരു ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നമുക്കറിയാവുന്ന പോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. നമ്മൾ ജസ്റ്റ് ഇൻ ബ്രീഫായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുന്നു. ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ സ്റ്റിമുലേറ്റിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡ്യൂറിംഗ് പ്യൂബർട്ടി ഈസ് ടെസ്റ്റോസ്റ്റിറോൺ. ഇറ്റ്സ് എൻ ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൽ ഗാമേറ്റ്സ് എന്നുള്ള രീതിക്കാണ് പറയുക. വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് മെയിൽ സെക്സ് ഹോർമോൺ. ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അതായത് ഇനി പറയപ്പെടാൻ പോകുന്നതാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഓഫ് മെയിൽ. ഒന്നാമത്തേത് ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ആൻഡ് ബോഡി ഹെയർ, മുഖത്തും ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന ഹെയർ ഡെവലപ്മെൻറ്റ്. പിന്നെ ഡീപ്പനിങ് ഓഫ് വോയിസിൻ്റെ ഗാംഭീര്യ ശബ്ദം ഉണ്ടാവുക. അതിൻ്റെ കാരണം എന്താണ്? ലാറിങ്സ്, വോയിസ് ബോക്സ് വലുതാവുന്നതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. പിന്നെ ആഡംസ് ആപ്പിൾ കുറച്ചുകൂടെ വെളിവായിട്ട് കാണപ്പെടുക. പിന്നെ മസിൽ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടെ മസ്കുലറായിട്ട് വരിക. പിന്നെ എൻലാർജ്മെൻറ്റ് ഓഫ് ദ ആഡംസ് ആപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ബോൺ ശക്തി കൂടുക. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, മെച്ചുറേഷൻ ഉണ്ടാവുക. പിന്നെ സ്പേം പ്രൊഡക്ഷൻ എല്ലാം ഉണ്ടാവുക. ഓക്കെ, പ്യൂബർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? പീരീഡ് ഓഫ് ഹോർമോണൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്. വാട്ട് ഇസ് പ്യൂബർട്ടി എന്നുള്ള ചോദ്യം ഉദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയേണ്ട ഉത്തരം പീരീഡ് ഓഫ് ഹോർമോണൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് മാർക്ക് ദ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്. അതായത് ഹോർമോണലായിട്ടും ഫിസിക്കലായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം എന്തിൽ നിന്ന്? കുട്ടിത്തലത്തിൽ നിന്ന്, അതായത് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡ് ആയിട്ട് മുതിർന്ന ഒരു പുരുഷൻ ആവുന്നതിലേക്ക് എത്തുമ്പോൾ ആ ഒരു വ്യത്യാസം വരുന്ന, ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ വരുന്ന ഹോർമോണൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസിനെ പറയുന്ന പേരാണെന്ത്? പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കുള്ളത് എന്താ? വാട്ട് ഡസ് ദ ഫോളോയിങ് സീക്വൻസ് റെപ്രസെൻറ്റ്? ഈ ഒരു സീക്വൻസ് അത് എന്തിനെ കാണിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തായിരിക്കും സീക്വൻസിൻ്റെ പ്രത്യേകത? എന്താണ്? ആദ്യം ബ്ലൂ ഗ്രീൻ ആൽഗെ, പിന്നെ ക്രസ്റ്റോസ് ലൈക്കൻസ്, പിന്നെ ഫോളിയോസ് ലൈക്കൻസ്, പിന്നെ മോസസ്, പിന്നെ shrubs, then dicotyledons plants. അപ്പോൾ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ അല്ലേ? പ്ലാന്റ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് നടക്കാം. എങ്ങനെയാണ്? ഡൈക്കോട്ടിലെഡൻസ് പ്ലാന്റ്സ് കഴിഞ്ഞാൽ shrubs ആണ്. shrubs എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനോടുള്ള എത്തൂല, തൊട്ട് താഴെ നിൽക്കുകയാണ്. അതിൽ നിന്നും താഴെയാണ് മോസസ് വരുന്നത്. പിന്നെ വീണ്ടും താഴെ കിടക്കുന്നതാണ് ഫോളിയോസ് ലൈക്കൻസ്. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽഗെ ഫംഗൽ റിലേഷൻഷിപ്പാണ്. അതിന് ശേഷം വരുന്നതിന് ആൽഗെ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ധാരണ കിട്ടിക്കാണും എന്തോ ഒരു എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ സ്റ്റേജസിൻ്റെ പ്രത്യേകത. The stages mentioned in the sequence represent different
സക്സഷണൽ സ്റ്റേജസ് എന്താണ്? where each group of organisms prepare the environment for the next. അതായത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകുന്ന ആ ഒരു എക്കോളജിക്കൽ സക്സഷനാണ് ഇവിടെ ഈ ഒരു ഫോമിലൂടെ, ഈ ഒരു മാർക്കിങ്ങിലൂടെ കാണിച്ചത്, ഈ ഒരു ടേബിളിലൂടെ കാണിച്ചത്. എങ്ങനെ മനസ്സിലായി? ബ്ലൂ ഗ്രീൻ ആൽഗയാണ് എപ്പോഴും ഇപ്പം ഈ കാണിച്ച ആ ഒരു ഫോമിലുള്ള ഒരു ഹാബിറ്റാറ്റിൽ ആദ്യം വസിക്കുക. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ത് ചെയ്യും? ആദ്യം കോളനൈസ് ചെയ്യും, ഒരു റോക്ക് സർഫസോ മറ്റോ ഒക്കെ. എന്നിട്ട് ഫോട്ടോസിന്തസിസ് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണല്ലോ, ഫോട്ടോസിന്തസിസ് വഴി എന്ത് ചെയ്യും? സോയിൽ ഫോർമേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, എന്നിട്ടോ അവിടെ എന്ത് ചെയ്യും? ക്രസ്റ്റോസ് ലൈക്കൻസ് മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ഉണ്ടാക്കി ഫംഗയും ആൽഗയും കൂടെ, അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ ആയിട്ട് ബ്ലൂ ഗ്രീൻ ആൽഗ ആയിട്ടുള്ള ആ ഒരു കൊളാബറേഷൻ ചെയ്തിട്ട് കുറച്ചുകൂടെ റോക്ക് സർഫസ് അക്കോമഡേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് വീണ്ടും സോയിൽ ഡെവലപ്മെൻറ്റ് നടക്കും. ആ ഒരു റോക്ക് അവസാനം പൊടിഞ്ഞു പോകും. ഓക്കെ, പിന്നെ അവിടെയാണ് ലീഫ് ലൈക്ക് സ്ട്രക്ചറൊക്കെ ഉള്ള കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടെ സോയിൽ ഫോർമേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോളിയോസ് ലൈക്കൻസ് ഉണ്ടാകുന്നത്. അതിനുശേഷമോ വാസ്കുലാർ ബണ്ടിൽസോ മറ്റോ ഒന്നും ഇല്ലാത്ത നോൺ വാസ്കുലാർ ആയിട്ടുള്ള പ്ലാന്റ്സ്, അവരാണ് മോസസ് എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ബ്രയോഫൈറ്റാന്ന് നമ്മൾ പറയുന്ന, അവ വന്ന് കോങ്കർ ചെയ്യുന്നു. എന്നിട്ടോ അവ എവിടെയാണ് താമസിക്കുന്ന? ഈ ലൈക്കൻസ് പണിത് കൊടുത്ത ആ ഒരു സോയിൽ ഉണ്ടല്ലോ, അതിലാണ് ജീവിക്കുക. എന്നിട്ട് വീണ്ടും സോയിൽ ഡെവലപ്മെൻറ്റിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു അത്യാവശ്യം സോയിലെല്ലാം റെഡിയായി എന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ഷ്രബ്സ് അവിടെ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, ഷ്രബ്സ് എന്ന് പറയാൻ അറിയാം എന്തായിരിക്കും? ഷ്രബ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്ലാന്റ്, അതുപോലെയൊക്കെ ഉള്ള ചെടികൾ, അല്ലെങ്കിൽ ചില്ലി പ്ലാന്റ്, മുളകിൻ്റെ ചെടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഷ്രബ്സിൻ്റെ ഗണത്തിൽപ്പെടുത്താം അല്ലേ? അപ്പോൾ അവരെല്ലാം വളരാനുള്ള തരത്തിലുള്ള മണ്ണ്, അത് നമുക്കറിയാമല്ലോ, എത്രത്തോളം മണ്ണുണ്ടെങ്കിൽ അവർ വളരും. ആ ഒരു തരത്തിലുള്ള മണ്ണെത്തുമ്പോഴാണ് ഷ്രബ്സ് വളരുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഒക്കെ ആ ഒരു സമയം എത്തുമ്പോഴേക്കാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേബിൾ എൻവയോൺമെൻ്റ് ഒക്കെ ആയതിനു ശേഷമാണ് ഡൈക്കോട്ടിലിഡൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമുക്ക് പറയാനാണെങ്കിൽ ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടം പോലെ പറയാമല്ലോ അല്ലേ? ഏതൊക്കെയാണ്? അതായത് രണ്ട് സീഡ് നമുക്ക് കാണാവുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. മാംഗോയൊക്കെ നമുക്ക് അതിന് പറയാവുന്നതാണ്. ദീസ് ആർ ഫ്ലവറിങ് പ്ലാന്റ്സ് വിത്ത് 2 seed leaves, cotyledons, representing a later successional stage. അവരാണ് ഏറ്റവും അവസാനം എത്തുക. They contribute to the further development of the ecosystem. Sequence illustrate how different species colonize and modify the environment over time, leading to the establishment of a more complex and mature ecosystem. Does not represent a food pyramid or genetic drift or phylogenetic trend. ഓക്കെ, അവസാനത്തെ സെൻറ്റൻസ് നോക്കി. അതായത് ഫുഡ് പിരമിഡ് അല്ല, ജനറ്റിക് ഡ്രിഫ്റ്റ് അല്ല, ഫൈലോജനറ്റിക് ട്രെൻഡും അല്ല എന്നുള്ളതാണ് പറഞ്ഞു നിർത്തി. അത് കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ കൊടുത്തേക്കുന്ന ബാക്കി 3 ഓപ്ഷൻസ് അതാണ്. കാരണം ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച് വന്നിട്ട് ഒരു പോപ്പുലേഷനിലെ ജീൻസ് എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു ചേഞ്ചസ് ഒരിക്കലും സംഭവിക്കില്ല. ജസ്റ്റ് ആ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ഫുഡ് റിലേഷൻ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡീറിനെ അല്ലെങ്കിൽ ഒരു ഡീർ ഒരു ഗ്രാസിനെ തിന്നു. ആ ഗ്രാസിനെ തിന്ന ഡീറിനെ പിന്നെ ഒരു ലയൺ തിന്നു. ആ ലയണിനെ പിന്നെ ഒരു വൾച്ചറോ മറ്റോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പിരമിഡാക്കി എഴുതി കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് പിരമിഡ് എന്ന് വിളിച്ചുകൂടെ? അതാണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചത്. ഫുഡ് പിരമിഡ്, ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എന്നൊക്കെ നമുക്ക് പറയാം. ഡികമ്പോസർ ലെവൽ. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞതാ ഫൈലോജനറ്റിക് ട്രെൻഡ്. അത് വീണ്ടും എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെൻഡാണ്. കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്പാൻഡ് ദ ഫോളോവിങ് അബ്രീവിയേഷൻസ്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ അബ്രീവിയേഷൻസ്, അതായത് ഷോർട്ട് ഫോംസ് ആണ് കൊടുത്തിട്ടുള്ളത്, അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, അതിൻ്റെ ഫുൾ ഫോംസ് എഴുതുക, പിന്നെ അതെങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്നത് എന്നുള്ള. CNG നമുക്കറിയാം, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. PNG എന്ന് പറഞ്ഞാൽ പൈപ്പ് നാച്ചുറൽ ഗ്യാസ് ആണ്. CNG എന്തിനായിരിക്കും? അവയെ കംപ്രസ് ചെയ്യുന്നത്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്നുള്ളതാണ് അർത്ഥം തന്നെ. അപ്പോൾ നമ്മൾ ചുരുക്കി ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ഫ്യൂവൽസ് ഫോർ വെഹിക്കിൾസ്, വാഹനങ്ങളിൽ അടിക്കാനുള്ള ഫ്യൂവൽസ് ആയിട്ട്, പിന്നെ കാർസ്, ബസ്സസ്, അതുപോലെ തന്നെ ക്ലീനർ ബേണിംഗ് ആൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ ഗ്യാസോലിൻ ആൻഡ് ഡീസൽ.
ബേണിങ്, ചൂടാക്കാൻ. അതായത് ഗ്യാസ് നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പാചകവാതകമായിട്ട് ഉപയോഗിക്കും. കാരണം അവർ ഫ്യൂവർ എമിഷൻസ് അവർ പുറത്തേക്ക് വിടുകയുള്ളൂ. എയർ പൊല്യൂഷൻ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഓക്കെ. പിന്നെ അടുത്ത പൈപ്പ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നതാണ്. അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈനിലൂടെയാണ് അവർ കടത്തി വിടുക. ഓക്കെ. അത് ഡയറക്റ്റ് നമ്മളെ ഹോമിലേക്കോ ഇൻഡസ്ട്രിയിലേക്കോ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്കോ ഒക്കെ നമുക്കതിനെ ഡയറക്റ്റായിട്ട് കടത്തി വിടാനായിട്ട് സാധിക്കും. പിന്നെ ഇവ നമ്മൾ കുക്കിങ്ങിലും ഹീറ്റിങ്ങിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പൈപ്പ് നാച്ചുറൽ ഗ്യാസ് ഈസ് എ കൺവീനിയൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് way to distribute natural gas to end users. ഓക്കെ. കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു വേ ആണ് പൈപ്പ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. കൺവീനിയൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്, പിന്നെ എഫിഷ്യൻ്റ് ആണ്, എക്കണോമിക് ആണ്. ഓക്കെ. അടുത്തത്, വൈ ഡസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഈറ്റ് ഇൻസെക്ട്സ് വെൻ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ക്യാരിങ് ഔട്ട് ഫോട്ടോസിന്തസിസ്? എന്തുകൊണ്ടാണ് ഇൻസെക്ടിവോറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസെക്ട്സ്, എന്താണ് ഇൻസെക്ട്സ്? പക്ഷികൾ അല്ലെങ്കിൽ പ്രാണികൾ, അവയെ കഴിക്കാവുന്ന പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് പിച്ചർ പ്ലാന്റിൻ്റെ കാര്യം. അവ എന്തുകൊണ്ടാണ് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉണ്ടായിട്ട് ഫോട്ടോസിന്തസിസ് വഴി കഴിക്കാത്തത്, അല്ലെങ്കിൽ ഫുഡ് അക്വയർ ചെയ്യാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിൻ്റെ കാരണം എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പോയിന്റാണ് ഫസ്റ്റ് ഞാൻ ഇവിടെ പറയുന്നത്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അവ എന്താണ്? കാർണിവോറസ് പ്ലാന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവർ ഫ്ലഷ് ഈറ്റിംഗ് ആണല്ലോ, ഡയറക്റ്റ് ജീവിയെ കഴിക്കുകയല്ലേ. അവർ ചെയ്യുന്നത് മെയിൻലി സോയിൽ ന്യൂട്രിയൻ പുവർ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് അവർ ചെയ്യുന്നത്. സോയിലിൽ എന്തായിരിക്കും? ആ മണ്ണിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ടാവില്ല. ഓക്കെ. വൈൽ ദീസ് പ്ലാന്റ്സ് ആർ കേപ്പബിൾ ഓഫ് ഫോട്ടോസിന്തസിസ് which allows them to produce carbon dioxide, they often face challenges in അതായത് അവർക്ക് പിഗ്മെന്റ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നൈട്രജനും ഫോസ്ഫറസും ഒക്കെ സോയിൽ നിന്ന് അത്രയധികം ആവശ്യമായിട്ടുള്ള കിട്ടണം എന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ, ഫോർ എക്സാമ്പിൾ ബോഗ്സിലോ മാഷസിലോ അല്ലെങ്കിൽ അസിഡിക് സോയിൽസിലോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അഡാപ്റ്റേഷൻ അവർക്ക് സഹായകമായിട്ട് തീരുന്നത്. അങ്ങനെയാണ് അവർ അതിനെ അഡാപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. ബൈ കൺസ്യൂമിങ് ഇൻസെക്ട്സ് ദീസ് പ്ലാന്റ്സ് അക്വയർ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് essential elements that may be lacking or insufficient in the soil. അതായത് ഈ ഒരു ഇൻസെക്ട്സിനെ കഴിക്കുന്നത് വഴി സോയിലിൽ അവർക്ക് ലഭ്യമല്ലാത്ത എല്ലാവിധ വിഭവങ്ങളും, നൈട്രജൻ ആയാലും ഫോസ്ഫറസ് ആയാലും എല്ലാം അവർക്ക് ഈ ഇൻസെക്ട്സ് വഴി അവർക്ക് കിട്ടുന്നു. അതായത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്, ഈ തരം ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിൻ്റെ എക്കോളജിക്കൽ നിഷ്യുമായിട്ട് ബന്ധപ്പെട്ട അഡാപ്റ്റേഷനാണ് എന്ത്? ഇൻസെക്ടിവോറസ് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അഡാപ്റ്റേഷനാണ്. കാർണിവോറസ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റേഷനാണ് എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉത്തരം. ഓക്കെ. വൈ ഡസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഈറ്റ് ഇൻസെക്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം ബിക്കോസ് ഇറ്റ്സ് ആൻ അഡാപ്റ്റേഷൻ. എന്നിട്ട് എക്സ്പ്ലനേഷൻ എഴുതാം. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി. ആൻറ്റിജൻ എന്താണ്, ആൻറ്റിബോഡി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇമ്മ്യൂണോളജിയാണ് ഈ ടോപ്പിക്ക്. ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട, നമ്മളെ പ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ. ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഡെഫിനിഷൻ. ആൻ ആൻറ്റിജൻ ഇസ് എനി സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് ആൻ ഇമ്മ്യൂൺ. ഒരു സബ്സ്റ്റൻസ്, എന്തെങ്കിലും ഒരു സാധനം ആവട്ടെ, അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരമായിട്ട് കോൺടാക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പെട്ടെന്നൊരു ഇമ്മ്യൂൺ, നമ്മുടെ ഒരു പ്രതിരോധം ഉണർത്താൻ ശേഷി അതിനുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ ലൈക്ക് ബാക്ടീരിയ, വൈറസസ്, ഫംഗൈ ഓർ എനി നോൺ ലിവിങ് സബ്സ്റ്റൻസസിനും ആവാം. ടോക്സിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷാംശങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ഇമ്മ്യൂൺ സിസ്റ്റം പെട്ടെന്ന് ത്രെറ്റായിട്ട്, ഒരു ഭീഷണിയായിട്ട് കണ്ട് പ്രതികരിക്കാൻ ശേഷി ഉണ്ടാവും. അവയുടെയൊക്കെ ആൻറ്റിജൻസിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ അത് പാത്തജൻസിൽ നിന്നാവാം. അതായത് പാത്തജൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയ പോലുള്ള ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആൻഡ് പാത്തജൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വഴിയാവാം, വാക്സിനേഷൻ വഴിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ്, ഫോർ എക്സാമ്പിൾ പൊടി ഉൾപ്പെടെയുള്ളത് നമുക്ക് ആൻറ്റിജനായിട്ട് ആയി മാറാം, അല്ലേ? നെക്സ്റ്റ് വൺ ഇസ് ഫങ്ഷൻ. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? ഇമ്മ്യൂൺ സിസ്റ്റത്തെ ട്രിഗർ ചെയ്യും, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉണർത്തും. ടു പ്രൊഡ്യൂസ് ആൻ പെട്ടെന്നൊരു പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി പ്രതിരോധ ശേഷിയെ ഉണർത്തും. എന്നിട്ടോ ഇമ്മ്യൂൺ സെൽസിനെ എല്ലാം ആക്റ്റീവ് ആക്കും. ആൻറ്റിബോഡീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി എന്താണ് ആൻറ്റിബോഡി എന്ന് നോക്കാം. അതായത്
ആൻറ്റിജൻ ഒരു സംഭവം പുറത്തുനിന്ന് കയറി വന്നിട്ട് നമ്മളെ പ്രതിരോധശേഷി ഉണർത്തുന്നതാണ് ആൻറ്റിജൻ എന്ന് മനസ്സിലായി. ഇനി പ്രതിരോധശേഷി ഉണർന്നതിന് ശേഷം എന്താണോ തിരിച്ചടിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ആൻറ്റിബോഡി. ആൻറ്റിബോഡീസ് ഓൾസോ നോൺ ആസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് നെയിമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻറ്റിബോഡീസ് അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആർ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ റെസ്പോൺസ് ടു ദ പ്രസൻസ് ഓഫ് ആൻറ്റിജൻ. ആൻറ്റിജൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് പ്രതിരോധമായിട്ട് പുറത്തേക്ക് വരിക. ദേ ആർ ഹൈലി സ്പെസിഫിക് ടു പെർട്ടിക്കുലർ ആൻറ്റിജൻസ്. കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റാണ് അവർക്ക് ഉണ്ടാവുക. ചില ആൻറ്റിജൻ എത്തിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തന്നെ പ്രവർത്തിക്കും. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, വൈ ഷേപ്ഡ് സ്ട്രക്ചർ ആയിരിക്കും, കമ്പോസ്ഡ് ഓഫ് 2 ഹെവി ചെയിൻസ് ആൻഡ് 2 ലൈറ്റ് ചെയിൻസ്. ഓക്കെ, tips of the y-shaped structure contain antigen binding sites that specifically recognize and bind to particular antigen. അതായത് ഈ വൈ ഷേപ്പിൻ്റെയൊക്കെ എന്താണ് ടിപ്പിലായിട്ട് എൻഡ് ഭാഗത്തായിട്ട് എന്തുണ്ട്, ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകളുണ്ട്. അതിലേക്ക് എന്ത് വന്ന് ബൈൻഡ് ചെയ്യും, ആൻറ്റിജൻസ് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോഴാണ് ആ ഒരു ആൻറ്റിജനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമായിട്ട് തീരുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ആൻറ്റിബോഡീസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ഇമ്മ്യൂൺ ഡിഫൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ കളിക്കുന്ന ആരാണ്, ആൻറ്റിബോഡീസ് ആണ്. ന്യൂട്രലൈസേഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ. ഒന്നിൽ തന്നെ ഡിസ്ട്രോയ് ചെയ്യും. ആൻറ്റിജൻ വന്ന് കയറുന്ന ബാക്ടീരിയ പോലുള്ള ഓർഗാനിസംസ് ആണെങ്കിൽ മാക്സിമം ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിലോ അതിനെ നോർമലൈസ് ചെയ്ത് കളയും, ന്യൂട്രലൈസ് ചെയ്ത് കളയും. അസിഡിക് ബേസിക് ആ ഒരു രീതിക്ക് പോകുന്നതിന് പകരം ന്യൂട്രലൈസ് ചെയ്യും, എഫക്റ്റ് ഇല്ലാത്ത രീതിയിലാക്കും. ദേ ക്യാൻ ആക്ടിവേറ്റ് വേരിയസ് ഇമ്മ്യൂൺ റെസ്പോൺസസ് such as a complement system or phagocytosis. Okay, phagocytosis എന്താണെന്നറിയാവോ? phagocytosis എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വരുന്ന ആ കോശത്തെ മുഴുവനായിട്ട് എൻഗൾഫ് ചെയ്യുക അല്ലെങ്കിൽ വിഴുങ്ങി കളയുന്ന ഒരു പ്രോസസ്സ്. അതിന് പറ്റിയ ഫാഗോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. ആ സെൽസിനെയൊക്കെ ആക്റ്റീവാക്കി അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ എലിമിനേറ്റ് ചെയ്യും ഈ ഒരു ആൻറ്റിജനെ. ആണ് ആൻറ്റിബോഡി ചെയ്യുന്ന ചില ഫങ്ഷൻസ്. Antigens are substances that simulate an immune response, and antibodies are proteins produced by the immune system in response to antigens. Antigens വന്ന് കയറി കഴിയുമ്പോൾ തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ പ്രോട്ടീൻസിനെ പറയുന്ന പേരാണ് ആൻറ്റിബോഡീസ്. ദേ റെക്കഗ്നൈസ് ആൻഡ് ബൈൻഡ് ടു സ്പെസിഫിക് ആൻറ്റിജൻസ്. കൃത്യമായിട്ടുള്ള ആൻറ്റിജൻസിനെ കണ്ടെത്തി അവയുമായിട്ട് ബൈൻഡ് ചെയ്തതിന് ശേഷം അവരെ നോർമലൈസ് ചെയ്യുക, ന്യൂട്രലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊന്നുകളയോ ചെയ്യും. ഓക്കെ, ഇത്ര മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ പഠിക്കാനുള്ളൂ. അതായത് ആൻറ്റിബോഡി ആൻറ്റിജൻ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻറ്റിബോഡീസ് ഈസ് പ്രസൻറ്റ് ഇൻ കൊളസ്ട്രോൾ. താഴെ കൊടുത്തിരിക്കുന്ന ആൻറ്റിബോഡീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇമ്മ്യൂണോഗ്ലോബുലിൻ നിന്നും ആൻറ്റിബോഡിയെ പറയും. അതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് IG, ക്യാപിറ്റൽ I സ്മോൾ g. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന 4 ആൻറ്റിബോഡീസ് ആണ്, IgM, IgG, IgE, IgA. ഇവയിൽ ഏതാണ് കൊളസ്ട്രോത്തിൽ കാണുന്ന കൊളസ്ട്രോൾ? എന്താണ് കൊളസ്ട്രോൾ? കൊളസ്ട്രോൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ചോദ്യം വളരെ എളുപ്പമായിട്ട് ഉത്തരം പറയാൻ പറ്റും. കൊളസ്ട്രോൾ ഈസ് എ ഫസ്റ്റ് മിൽക്ക് എ ബേബി ഫീഡ്സ്. ഒരമ്മ തൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന ആദ്യത്തെ പാല്, അതിനെ പറയുന്ന പേരാണ് കൊളസ്ട്രോൾ. ഓക്കെ, ആ കൊളസ്ട്രോത്തിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി എന്താണ്? കൊളസ്ട്രോൾ ഈസ് എ ഫസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ മാമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. ഹ്യൂമൻസ് ഉൾപ്പെടെയുള്ള ജീവികൾ, സകല മാമൽസ്. മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാമറി ഗ്ലാൻസ് ഉള്ള ക്ലാസ് മെമേലിയ, അതാണ് പൂച്ച, പിന്നെ അതുപോലെ ഉള്ള ജീവികളെല്ലാം, റാബിറ്റ്സ്, അതുപോലെയുള്ള എല്ലാ ജീവികളും വരുന്നതാണ് മാമൽസ് എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഡേയ്സ് ആഫ്റ്റർ ഗിവിംഗ് ബർത്ത്, ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഈ കൊളസ്ട്രോൾ ആയിരിക്കും ഈ മാമൽസ് നൽകുക, കുഞ്ഞിന് നൽകുക. ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അതെന്താണ്? ന്യൂട്രിയൻസുമായിട്ട് ഭയങ്കര റിച്ചാണ്. ന്യൂട്രിയൻസ്, ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് ഉണ്ട്. ആൻഡ് കണ്ടെയ്ൻസ് വേരിയസ് കോമ്പണൻസ് ദാറ്റ് പ്രൊവൈഡ് എസെൻഷ്യൽ സപ്പോർട്ട് ടു ന്യൂ ബോൺസ് ഇമ്മ്യൂൺ സിസ്റ്റം. ഭയങ്കര ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള മിൽക്കാണത്. അതുപോലെ ഇഷ്ടംപോലെ എസെൻഷ്യൽ, അതായത് ആ കുഞ്ഞിൻ്റെ, പുതുതായിട്ട് ജനിക്കുന്ന ആ കുഞ്ഞിൻ്റെ പ്രതിരോധശേഷിക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ ആ ഒരു പാലിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പണൻസ് ഈ കൊളസ്ട്രോത്തിൽ കാണപ്പെടുന്നു. അതിൻ്റെ ഒരെണ്ണം, ഒരു ആൻറ്റിബോഡി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി സ്പെസിഫിക്കലി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് എന്താണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? നമ്മളിവിടെ നോക്കുന്നത്
ജസ്റ്റ് കൊളസ്ട്രോത്തിൽ കാണുന്ന ആൻറ്റിബോഡി മാത്രമല്ല, ബാക്കി ആൻറ്റിബോഡീസും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുന്നു എവിടെയൊക്കെ കാണപ്പെടും എന്നുള്ളതാണ്. കൊളസ്ട്രോത്തിൽ കാണപ്പെടുന്നത് IgA ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം IgA ആണ്. IgA. Colostrum is particularly rich in immunoglobulin A, which plays a crucial role in immune defense at mucosal surfaces. Mucosal surfaces എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് കാണപ്പെടുന്ന സർഫസസ് എല്ലാത്തിലും ഈ IgAയുടെ ക്രൂഷ്യൽ റോൾ നമുക്ക് കാണാൻ പറ്റും. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ട്, ഇതെല്ലാം മ്യൂക്കസ് കാണപ്പെടുന്ന ഏരിയയാണ്. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ സ്ലൈമി നേച്ചറുള്ള സംഭവം നമുക്കറിയാമല്ലോ. IgA antibodies in colostrum helps protect the newborn against infections in these vulnerable areas. അവിടെയൊക്കെ ഉള്ള ഇൻഫെക്ഷൻസ് വരാതെ, അതായത് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉള്ള എവിടെയാണ്? ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഏരിയ, റെസ്പിറേറ്ററി ട്രാക്ട്, ഇവിടെയൊക്കെയാണ് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉള്ളത്. അവിടെയൊക്കെയാണ് ഈ IgA ആൻറ്റിബോഡിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ അവിടെയൊക്കെയുള്ള പ്രൊട്ടക്ഷനാണ് സഹായിക്കുന്നത്. While IgG is not as prevalent in colostrum compared to IgA, it is still prevalent. രണ്ടാമത് പ്രിവലൻ്റ് ഉള്ളത് എവിടെയാണ്? ഏതാണ്? IgG ആണ്. കൊളസ്ട്രോമിൽ കാണുന്ന രണ്ടാമത് മേജർ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ IgG ആണ്. IgG എന്താണ്? പാസീവ് ഇമ്മ്യൂണിറ്റി ടു ന്യൂ ബോൺ. അതിൻ്റെ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് IgGയുടെ പ്രത്യേകത. As they can be absorbed intact through the intestinal lining into the bloodstream, offering protection against a variety of pathogens. Intestinal lining കൂടി ബ്ലഡിലേക്ക് കടന്ന് അത് സഹായിക്കും. ബ്ലഡിൽ വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയും. ആ പാത്തജൻസിനെ എല്ലാം തള്ളിക്കളയാനായിട്ട് IgGക്ക് സാധിക്കും. അതുവഴി കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. പിന്നെ IgM, IgE എല്ലാം കുറേശ്ശെ അളവിൽ കൊളസ്ട്രത്തിൽ കാണാൻ പറ്റും. IgA നമ്മൾ പറഞ്ഞ പോലെ തന്നെ മ്യൂക്കോസൽ സർഫസസ് ആണ്. പിന്നെ സലൈവ, ടിയേഴ്സ്, അതുപോലെ ബ്രസ്റ്റ് മിൽക്ക്, ഇവയിലെല്ലാം IgA കാണപ്പെടുന്നു. ഇതിലെല്ലാം നമുക്കറിയാം, ടിയേഴ്സിലായാലും സലൈവയിലായാലും എല്ലാത്തിലും എന്താണ്? മ്യൂക്കോസൽ സർഫസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അവരുടെ പ്രസൻസ് കൂടുതൽ കാണപ്പെടുന്നത്. ഈ ഗ്ലാൻസിലെല്ലാം അങ്ങനെ ഉണ്ട് മ്യൂക്കോസൽ സർഫസസ്. IgG ആണെങ്കിൽ അത് കാണപ്പെടുക എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രീനിൽ വഴി നമ്മൾ ബ്ലഡ് സ്ട്രീമിലേക്ക്, കുട്ടിയുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡ് സ്ട്രീമിലാണ് കാണപ്പെടുക. പിന്നെ ടിഷ്യൂസിൽ കാണപ്പെടും. കാരണം they also move into tissues to help combat infections. പിന്നെ IgG is the only antibody that pass through placenta വഴി പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് എവിടെയാണ് കുഞ്ഞിന് കിട്ടുക? പ്ലാസൻ്റ വഴി, ഇൻസ്റ്റൈനൽ ലൈനിങ് വഴി ബ്ലഡ് സ്ട്രീമിലേക്ക് കയറുന്ന ഒരേ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgG ആണ്. കാരണം അതിൻ്റെ സൈസ് വളരെ ചെറുതാണ് എന്നതുകൊണ്ട്. നെക്സ്റ്റ് വൺ ഇസ് IgM. IgM എന്താണ്? പ്രൈമർലി ഫൗണ്ട് ഇൻ ദ ബ്ലഡ് സ്ട്രീം. അതും കാണപ്പെടുക കൂടുതലായിട്ട് ബ്ലഡ് സ്ട്രീമിൽ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ഡ്യൂറിങ് ആൻ ഇനീഷ്യൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഏറ്റവും ആദ്യം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക IgM ആണ്. ലിംഫ് നോഡ്സിൽ കാണപ്പെടുന്നു. പിന്നെ IgE ആണ് ലാസ്റ്റ് വൺ. അത് അലർജിക് റിയാക്ഷൻസ്. IgE ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജിയായിട്ട് ബന്ധപ്പെട്ട് ഇസ്നോഫിൽ പെട്ടെന്ന് നമുക്ക് ഓർക്കാവുന്നതാണല്ലോ. അപ്പോൾ IgE അങ്ങനെ കണക്ട് ചെയ്യുക. അലർജിയായിട്ട് ബന്ധപ്പെട്ടാണ് IgE കാണപ്പെടുക. മെയിൻ ലൊക്കേഷൻസ് എവിടെയൊക്കെയാണ്? ബൗണ്ട് ടു മാസ്റ്റ് സെൽസ് ആൻഡ് ബേസോഫിൽസ്. അതും അലർജിയായിട്ട് ബന്ധപ്പെട്ട. IgE is often bound to mast cells and basophils in tissues, especially in the skin and mucous membranes. Allergic responses associated with hypersensitivity reactions. Hypersensitivity എന്ന് പറഞ്ഞാൽ അലർജി പോലെ തന്നെ പെട്ടെന്ന് സെൻസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ, അതാണ് അലർജിക് റിയാക്ഷൻസിലാണ് IgE കാണപ്പെടുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. One of your class fellow put some dry grams in water overnight. തലേന്ന് രാത്രി എന്ത് ചെയ്തു? നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു പയ്യൻ തലേന്ന് രാത്രി ഒരു ഡ്രൈ ഗ്രാംസ്, കുറച്ച് ഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പയർവർഗ്ഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഡ്രൈ ആയിട്ടുള്ളത് വെള്ളത്തിലിട്ടു. പിറ്റേന്ന് എണീച്ചപ്പോഴോ നല്ല വീർത്തിരിക്കുന്നു എല്ലാം. എന്താണ് ആ ഫിനോമിനെ പറയുന്ന പേര്? ഓപ്ഷൻസ് ഉണ്ട്. ഓസ്മോസിസ്, ഇൻഹിബിഷൻ, പ്ലാസ്മോലൈസിസ്, ഡിഫ്യൂഷൻ. ഇതിലേതായിരിക്കും? ഓസ്മോസിസ് പറയാനായിരിക്കും ചാൻസ് അല്ലേ? പക്ഷേ ഓസ്മോസിസ് അല്ല, കാരണം അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പം
അടുത്ത പ്ലാസ്മോലൈസിസ് ആണോ? അല്ല, കാരണം ലൈസിസ് ആണ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ എന്തോ അവിടെ പൊളിയുന്നതാണ് നമ്മൾ പറയേണ്ടത്. ഡിഫ്യൂഷൻ ആണെങ്കിലോ അത് കൂടുതലുള്ളതിൽ നിന്ന് കുറച്ചുള്ളതിലേക്കാണ്. പക്ഷേ സ്വെല്ലാവുന്നതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇംബിബിഷൻ നമുക്ക് ആദ്യമേ നോക്കാം, കാരണം നമുക്ക് അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്തത്. ദിസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഡ്രൈ സബ്സ്റ്റൻസസ്, പെർട്ടിക്കുലർലി ഡ്രൈ സീഡ്സ് ഓർ ഡ്രൈ പോറസ് മെറ്റീരിയൽസ് ലൈക്ക് ഗ്രാം, പോറുള്ള മെറ്റീരിയൽസ്, അതായത് ചെറുതായിട്ടെങ്കിലും ദ്വാരമുള്ള മെറ്റീരിയൽസ്. ഈ ഗ്രാമിനൊക്കെ ചെറുതായിട്ട് ദ്വാരമുണ്ട്, കാരണം അതുവഴിയാണല്ലോ സ്പ്രൗട്ടിങ് നടക്കുന്നത്, വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അതുവഴി വാട്ടർ അകത്തേക്ക് എടുക്കുകയും വീർക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് പറയുന്ന പേരാണ് ഇത് ഇംബിബിഷൻ. ഇറ്റ് occurs due to the ability of dry material to absorb water by capillary action. കാപ്പിലറി ആക്ഷൻ വഴി. കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാപ്പിലറി ട്യൂബ് വഴിയുള്ള ആക്ഷൻ. ഇങ്ങനെ ഇത്രയും ചെറുതാകുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി വെള്ളം മുകളിലോട്ട് കയറും എന്നുള്ളതാണ് കാപ്പിലറി ആക്ഷൻ്റെ പ്രത്യേകത. അത് ഫിസിക്സിൽ നിങ്ങൾ പഠിച്ച് കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാപ്പിലറി ആക്ഷൻ വഴി മുകളിലേക്ക് വിത്തൗട്ട് ദ മെറ്റീരിയൽ ഇറ്റ്സെൽഫ് അണ്ടർഗോയിങ് എനി സ്ട്രക്ചറൽ ചേഞ്ചസ്, ആ ഒരു മെറ്റീരിയൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസും ഇല്ലാതെ, മാറ്റം വരുത്താതെ നടത്തുന്ന കാപ്പിലറി ആക്ഷനെ പറയുന്ന പേരാണ് ഇംബിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്രാമിൻ്റെ കേസിലാണെങ്കിൽ എന്ത് പറ്റും? റൈറ്റ് സൈഡ്സ് ടേക്ക് ഇൻ വാട്ടർ ത്രൂ ദ മൈക്രോപൈൽ. ആ സീഡ് കോട്ടിൽ കാണപ്പെടുന്ന ഞാൻ പറഞ്ഞ കണക്ക് സ്പ്രൗട്ടിങ്ങിനെ സഹായിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് വെള്ളം അകത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് സീഡ് വീർക്കുന്നു. കുറച്ച് വലുതാവുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? സോഫ്റ്റ് ആവും സീഡ്. അതാണ് ജെർമിനേഷൻ ഓഫ് സീഡ്സിനെ ഉൾപ്പെടെ സഹായിക്കുന്ന ഇംബിബിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇംബിബിഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ഓസ്മോസിസും ഡിഫ്യൂഷനും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടാവണം. ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിലേക്ക് പോകുന്നതാണ് ഓസ്മോസിസ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ഏരിയ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. പ്ലാസ്മോലൈസിസ് ആണെങ്കിൽ contraction of protoplasm of a plant cell due to loss of water. Okay, due to loss of water ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വെക്കുമ്പോഴാണ്. അതും കൂടെ ഉണ്ട്. ഓക്കെ, പ്ലാസ്മോലൈസിസിലാണെങ്കിൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വെക്കുമ്പോൾ കോൺട്രാക്ഷൻ ഉണ്ടാവും. എന്നിട്ടോ വെള്ളം പുറത്തേക്കാണ് പോകുന്നത്. ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർട്ടോണിക് ആകുമ്പോൾ എന്തായിരിക്കും? ഹൈപ്പർട്ടോണിക് അവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണോ കുറവാണോ? കൂടുതലായിരിക്കും അല്ലേ? സോൾവെന്റിനേക്കാളും സൊല്യൂഷൻ കൂടുമ്പോഴാണ് ഹൈപ്പർട്ടോണിക് ആവുന്നത്. ഓക്കെ, plasmolysis is not the process occurring when dry gram swells in water. Instead, it is more relevant in situations where cells lose water. സെൽസിൻ്റെ വാട്ടർ എന്ത് ചെയ്യും? പുറത്തേക്കാണ് പോവുക. ഏതിൽ? ഹൈപ്പർട്ടോണിക്കിൽ വെക്കുന്ന കേസിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡ്രോയിങ് ആണ്. ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കിനായിട്ട് ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ. ഡ്രോ ആൻ നീറ്റ് ആൻഡ് ലേബിൾഡ് ഡയഗ്രാം ഓഫ് ആൻ ഓപ്പൺ സ്റ്റൊമാറ്റ ഇൻ എ ഡൈക്കോട്ട് പ്ലാന്റ്. ഓപ്പൺ ആയിട്ടുള്ള സ്റ്റൊമാറ്റ, അത് ഡൈക്കോട്ട് പ്ലാന്റ് ആയിരിക്കണം. മോണോക്കോട്ട് ആണെങ്കിൽ ഡംബിൾ ഷേപ്ഡ് ആണ്. ഡൈക്കോട്ടിലാകുമ്പോൾ ബീൻ ഷേപ്ഡ് ആണ്. ബീൻ ഷേപ്പിൽ തന്നെ ഓപ്പൺ സ്റ്റൊമാറ്റ ആകുമ്പോഴേക്ക് അവിടെ അത് എന്താണ്? സ്വെല്ലാവുകയാണ് ചെയ്യുക. സ്വെല്ലാകുമ്പോഴാണ് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്. ഏതിന്? സ്റ്റൊമാറ്റയ്ക്ക്. ഗോഡ് സെൽസ് എല്ലാം സ്വെല്ലാവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്പണിങ്, സ്റ്റൊമാറ്റൽ പോർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റൊമാറ്റ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഓപ്പണിങ് എന്ത് ചെയ്യും? സിംഗിൾ ആകുമ്പോൾ സ്റ്റോമ എന്നാണ്, ഡുവലാകുമ്പോൾ അല്ലെങ്കിൽ പ്ലൂരലാകുമ്പോൾ സ്റ്റൊമാറ്റ ആണ്. സ്റ്റൊമാറ്റൽ ഓപ്പണിങ് ഓപ്പൺ ആവും. പിന്നെ അതുപോലെ റിലാക്സ് ആകുമ്പോൾ ഗോഡ് സെൽസ് റിലാക്സ് ആകുമ്പോഴേക്ക് അടയും. ഇതാണ് ജസ്റ്റ് എ ബ്രീഫ് അബൌട്ട് ഡയഗ്രാമാറ്റിക് റിപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റൊമാറ്റൽ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്. രണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ഗോഡ് സെൽസിൻ്റെ ചുറ്റും കാണുന്നത് സബ്സിഡിയറി സെൽസ് എന്ന് പറയും. പിന്നെ എപ്പിഡെർമിസ് എല്ലാം ഉണ്ട്. അടുത്തത്
റൈറ്റ് ദ 4 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റയുടെ 4 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ എഴുതാനാണ്. ഫൈലം കോഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈലം കോഡേറ്റ എന്ന് പറയുമ്പോൾ നോട്ടോകോഡുള്ള ആ ഒരു കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് ആണ് ഫൈലം കോഡേറ്റ. അപ്പം ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോട്ടോകോഡുണ്ട്. രണ്ടാമത്തത് അതിനെ ചുറ്റുപറ്റി തന്നെ ഡോസൽ നെർവ് കോഡുണ്ട്. പിന്നെ ഫരീഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട് അല്ലേ? പിന്നെ പോസ്റ്റ് ഏനൽ ടെയിലുണ്ട്. ഈ 4 ഫീച്ചേഴ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിരിക്കും. നെക്സ്റ്റ് വൺ, കോൺട്രക്ടീസ് ഓസ്റ്റിക്ടീസ് തമ്മിലുള്ള വ്യത്യാസം. ബോണി ഫിഷ് ആൻഡ് കാർട്ടിലേജിയസ് ഫിഷ്. അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം? സ്വാഭാവികമായിട്ട് സ്കെൽറ്റൽ കോമ്പോസിഷൻ തന്നെയാണ് വ്യത്യാസം. ബോണി ഫിഷിലാണെങ്കിൽ ബോൺസ് ആണ്, ഹാർഡൻ മാട്രിക്സ് ഓഫ് കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെയാണ് അതിൽ കാണപ്പെടുക. സ്കെലിറ്റൻ കോൺട്രക്ടീസിലാണെങ്കിലോ കാർട്ടിലേജ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ലാക്സ് എ ബോണി മാട്രിക്സ്, മോർ ഫ്ലെക്സിബിൾ ദാൻ ബോണി ഫിഷ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. ഷാക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ കോൺട്രക്ടീസ് അല്ലെങ്കിൽ കാർട്ടിലേജിയസ് ഫിഷ്. പിന്നെ റൈസും നമുക്ക് പറയാം. പിന്നെ ഓസ്റ്റിക്ടീസിലാണെങ്കിൽ സാൽമൺ, ട്യൂണ, പേർച്ച്, ഏഞ്ചൽ ഫിഷ് ഒക്കെയാണല്ലോ. പിന്നെ ഇതിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ സയൻറ്റിഫിക് നെയിംസ് ഓഫ് ദ ഫോളോവിങ്. 2 ഓർഗാനിസംസിൻ്റെ കോമൺ നെയിം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മൾ എഴുതണം. ഓക്കെ, എന്തായിരിക്കും? ടേപ്പ് പോം എന്ന് പറഞ്ഞാൽ ടീനിയ സോലിയം അറിയാമല്ലോ. മോസ് പ്ലാന്റിന് നമുക്ക് കുറേ ടൈപ്പ് മോസസ് ഉണ്ട്, അതുകൊണ്ടാണ് കോമൺ ഹെയർ ക്യാപ്പ് മോസിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളിട്രൈക്കം കമ്മ്യൂൺ എന്നാണ് സയൻറ്റിഫിക് നെയിം. അമേരിക്കൻ ട്രീ മോസ് ആണെങ്കിലോ സീമാസിയം അമേരിക്കാനം എന്നും പറയും. ഓക്കെ ആണല്ലോ. ഇനി പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോണത്. നമ്മുടെ പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാലേ 2 ടൈപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ 2 സ്ട്രക്ചേഴ്സിനെ മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഒരു പ്ലാന്റിനെ എടുത്തു കഴിഞ്ഞാൽ എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. പെരിയാന്ത് അതുപോലെ ബുള്ളിഫോം സെൽസ്. പെരിയാന്ത് എവിടെ വരും? ബുള്ളിഫോം സെൽസ് എവിടെ വരും? പെരിയാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ പാർട്ട് ഓഫ് ദ ഫ്ലവർ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് കാലിക്സ് ആൻഡ് കൊറോള. കാലിക്സും കൊറോളയും വരുന്ന ആ ഒരു പാർട്ടാണ് പെരിയാന്ത് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി കാണും എവിടെ ആയിരിക്കും പെരിയാന്ത് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടും. പിന്നെ കാലിക്സിനെ കുറിച്ച് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, കൊറോളയെ കുറിച്ച് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയായിരിക്കുമല്ലോ. കാലിക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഗ്രീൻ പാർട്ടാണ്. പിന്നെ കൊറോള എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേർഡ് പാർട്സ് ആണ് അല്ലേ, ഇന്നർ വേൾഡ് ആണ് ഓഫ് പെരിയാന്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ബ്രീഫ്. പിന്നെ ബുള്ളിഫോം സെൽസ് ആണെങ്കിൽ നമ്മുടെ ഔട്ടർ എപ്പിഡാമൽ സെൽസിൽ കാണപ്പെടുന്നതാണ്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. പെർട്ടിക്കുലർലി ഇൻ ഗ്രാസസിൽ മോണോകോട്ട് പ്ലാന്റ്സിലാണ് കൂടുതൽ കാണപ്പെടുക, ഗ്രാസസിലാണ്. ബുള്ളിഫോം സെൽസ് എന്താണ്? പ്ലേസസ് റോളിംഗ് ആൻഡ് അൺറോളിംഗ് ഓഫ് ലീവ്സ്. അതാണ് അവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ദേ ആർ ഇൻവോൾവ് ഇൻ ദ അഡാപ്റ്റേഷൻ ഓഫ് പ്ലാന്റ്സ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, ഹെൽപ്പിംഗ് ഇൻ ദ റെഗുലേഷൻ ഓഫ് വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാനാണ് ആ ഫോൾഡിങ് അവർ നടത്തുന്നത്. മെയിൻറ്റെയിനിങ് ടാർഗറ്റ് പ്രഷർ. നമുക്ക് ഇനി ലൊക്കേറ്റ് ചെയ്തൂടെ? ഏകദേശം നമുക്കൊരു ധാരണ കിട്ടി. ഇനി ലൊക്കേറ്റ് ചെയ്യാം. ഇതാണ്ടേ, ഇതൊരു ഫ്ലവർ ഇതാണെങ്കിൽ പെരിയാന്ത് കണ്ട, കാലിക്സും കൊറോളയും എല്ലാം കൂടെ ഉൾപ്പെടുത്തി പെരിയാന്തായി. ഇവിടെ ബുള്ളിഫോം സെൽസ് ആണെങ്കിൽ ലീഫ് കേളിങ്. ബുള്ളിഫോം സെൽസ് എവിടെയാണ്? ലീഫിൻ്റെ മണ്ടയ്ക്കല്ലേ? ലീഫിൻ്റെ ഔട്ടർ എപ്പിഡെർമിസിൽ കാണപ്പെടുന്നതാണ് ബുള്ളിഫോം സെൽസ്. അതെ, ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ടാ, ബുള്ളിഫോം സെൽസ്. ദിസ് ഈസ് വാട്ട് ഈസ് ബുള്ളിഫോം സെൽസ്. ഓക്കെ, ഇതാണ് ഔട്ടർ എപ്പിഡെർമിസ് എങ്കിൽ ഇവിടെ കാണപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അരാക്നിഡ. അരാക്നിഡ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എന്തായിരിക്കും ഓർമ്മ വരുന്നത്? ഫൈലം ഏതായിരിക്കും എന്നുള്ളതാണ്. ഇത് ക്ലാസ് ആണ് അല്ലേ, ക്ലാസ് അരാക്നിഡ. അപ്പോൾ അരാക്നിഡ ഏത് ഫൈലമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരമായി. ജസ്റ്റ് നമുക്ക് നോക്കാം. സെന്റിപീഡ് ഏത് ഫൈലമായിരിക്കും? നിരീസ് ഏത് ഫൈലമായിരിക്കും? കോക്രോച്ച് സ്പൈഡർ ഏത് ഫൈലമായിരിക്കും? കോക്രോച്ച് നമുക്കറിയാം, ആർത്രോപോഡാണ്, ഇൻസെക്ട് ഫൈലമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ളത് നോക്കാം. സെന്റിപീഡ് ഫൈലം ആർത്രോപോഡാണ്. ഇൻസെക്ട്സ് ഉൾക്കൊള്ളുന്ന ഫൈലത്തിലാണ് സെന്റിപീഡ് വരുന്നത്. പക്ഷേ അത് ക്ലാസ് ചിലോപോഡയാണ്. സ്പൈഡർ ആണെങ്കിലോ ഫൈലം ആർത്രോപോഡയാണ്, പക്ഷേ ക്ലാസ് അരക്നിഡയാണ്.
ഓക്കെ, നെറീസ് ആണെങ്കിൽ ഫൈലം ആർത്രോപോഡ അല്ല, അതായത് ഇൻസെക്ട് കൂട്ടായ്മയിലേ വരൂല, ആ ഫൈലത്തിലേ അല്ല. കോക്രോച്ച് ആണെങ്കിൽ ആർത്രോപോഡയാണ്, ക്ലാസ് ഇൻസെക്റ്റ് ആണ്. ഇതാണ് ശരിക്കുള്ള ഇൻസെക്റ്റ്. കോക്രോച്ച് മാത്രമാണ് ഇതിൽ ശരിക്കുള്ള ഇൻസെക്റ്റ്. ഓക്കെ, ബാക്കിയൊക്കെ എക്സെപ്റ്റ് നീരിസ്, ബാക്കിയെല്ലാം എന്താണ്, ആർത്രോപോഡാണ്. പക്ഷേ ആകെ നമുക്ക് അരക്നിഡ ആയിട്ട് ഇതിലുള്ളത് സ്പൈഡറാണ്. ആ സ്പൈഡറാണ് നമുക്കിവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, വിച്ച് ഈസ് അരക്നിഡ, സ്പൈഡർ ഈസ് ദ അരക്നിഡ. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പാൻഡ് ദ അബ്രീവിയേഷൻ. ഷോർട്ട് ഫോം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒരു ഷോർട്ട് ഫോം ഉണ്ടായിരുന്നു, CNG PNG അല്ലേ. അതുപോലെ ഇവിടെ അടുത്തൊരു ഷോർട്ട് ഫോമാണ് PEM. അതിൻ്റെ എക്സ്പാൻഷൻ എഴുതണം. പിന്നെ ഈ PEM വഴി ഉണ്ടാകുന്ന ഡിസീസിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറയണം. ഒരു ഡിസീസ് പറഞ്ഞാൽ മതി, നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ കേട്ടിട്ടുണ്ടോ? പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ എന്തായിരിക്കും? പ്രോട്ടീൻ്റെ ഡെഫിനിഷ്യൻസി അതായിരിക്കും അല്ലേ. നോക്കാം. ഇസ് എ കണ്ടീഷൻ വെയർ ആൻ ഇൻഡിവിജ്വൽസ് ഡയറ്റ് ലാക്സ് അഡിക്വേറ്റ് പ്രോട്ടീൻ ആൻഡ് കാലറീസ്. പ്രോട്ടീനും കാലറീസും, എനർജി എന്ന് പറഞ്ഞാൽ കാലറീസ് ആണ് കേട്ടോ. അതായത് പ്രോട്ടീനും കാലറീസും അഡിക്വേറ്റ് ആയിട്ട് വേണ്ടവോളം കിട്ടാതെ വരുന്ന ആ ഒരു ഡെഫിഷ്യൻസിയെ പറയുന്ന പേരാണ് എന്ത്? പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ. ഈ കണ്ടീഷൻ എന്താണ്? കൂടുതലായിട്ടും സ്റ്റാർവേഷൻ, പട്ടിണിയുള്ള സ്ഥലങ്ങളിലും ഫുഡ് സ്കാർസിറ്റി, ലിമിറ്റഡ് ആക്സസ് ടു വെറൈറ്റി ഓഫ് ഫുഡ്സ്, പുവർ ന്യൂട്രീഷണൽ പ്രാക്ടീസസ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഈ PEM കണ്ടീഷൻ ഉണ്ടാവാറുള്ളത്. ഓക്കെ, കാരണം മനസ്സിലായല്ലോ. കൂടുതലും പട്ടിണി അല്ലെങ്കിൽ നേരെയുള്ള ബാലൻസ് ഡയറ്റ് ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രോപ്പർ എന്താണ് ന്യൂട്രീഷണൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ അവൈലബിലിറ്റി ഇല്ലാതെയൊക്കെ വരും, പ്രോട്ടീൻ ഒന്നും നേരെ കിട്ടാതെ വരുമ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കൂടുതൽ കാർബോ മാത്രമൊക്കെ കഴിക്കുമ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതുവഴി ഉണ്ടാകുന്ന ഡിസീസ് എന്നാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കോമൺ ആയിട്ട് പറയപ്പെടുന്നത് ക്വാഷൈക്കോർ എന്ന് പറയുന്നതാണ്. ഓക്കെ, ക്വാഷൈക്കോർ. ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് PEM, ക്വാഷൈക്കോർ. ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് PEM characterized by protein deficiency despite sufficient calorie intake. നന്നായിട്ട് കാലറി ഇൻടേക്ക് ഉണ്ട്, പക്ഷേ നല്ല പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വരുന്നതാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. ഇറ്റ് ഓഫൻ occurs when a diet is heavily based on starchy foods. കണ്ട, ഒരുപാട് സ്റ്റാർച്ച് കണ്ടന്റ്, ഒരുപാട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു, ബട്ട് ലാക്സ് പ്രോട്ടീൻ റിച്ച് സോഴ്സസ്. പ്രോട്ടീൻ പക്ഷേ ഒട്ടും ആവശ്യത്തിന് ഇല്ല. അങ്ങനെ വരുന്നപ്പോൾ ഉണ്ടാകുന്നതാണ് ക്വാഷൈക്കർ എന്ന് പറയുന്നത്. ക്യാൻ റിസൾട്ട് ഇൻ സിംറ്റംസ് സച്ച് ആസ്, എന്തൊക്കെയായിരിക്കും സിംറ്റംസ്? ഇഡീമ, ഫ്ലൂയിഡ് റിട്ടൻഷൻ ലീഡിങ് ടു സ്വെല്ലിങ്, അതായത് നീർവീഴ്ച, അതാണ് ഇഡീമ എന്ന് പറയുന്നത്. പിന്നെ സ്കിൻ ലീഷൻസ്, ഫെറ്റീഗ് ആൻഡ് ഇമ്പയർഡ് ഗ്രോത്ത്. ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ അതുപോലെ ഇമ്പയർഡ് ഗ്രോത്ത്, വളർച്ച മുരടിപ്പ്, ഇതൊക്കെ സംഭവിക്കും. ഇതാണ് ക്വാഷൈക്കറിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അടുത്ത മെറാസ്മസ് ആണ് അടുത്തൊരു ഡിസീസ്. ഒരെണ്ണം മാത്രമാണ് ചോദിച്ചാൽ, നമുക്ക് ജസ്റ്റ് ഒരെണ്ണം കൂടെ നോക്കാം. മെറാസ്മസ് എന്ന് പറയുമ്പോൾ സിവിയർ ഡെഫിഷ്യൻസി ഇൻ ബോത്ത് കാലറീസ് ആൻഡ് പ്രോട്ടീൻ. ഇവിടെ കാലറീസ്, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്കും കുറവ്, പ്രോട്ടീൻ ഇൻടേക്കും കുറവ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഓഫൻ occurs in situations of prolonged starvation or inadequate intake of essential nutrients. ഇവിടെ വല്ലാതെ ഒരു നീണ്ടകാല പട്ടിണിയോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എന്താ പറയുക ന്യൂട്രിയൻസ് ഇല്ലാത്ത ഒരു സാഹചര്യമോ ഉണ്ടായി കഴിഞ്ഞാൽ വരുന്നതാണ് ഈ മെറാസ്മസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഇൻഡിവിജ്വൽസ് വിത്ത് മെറാസ്മസ് എക്സിബിറ്റ് സീവിയർ വെയിറ്റ് ലോസ്. ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ ഭാരം കുറച്ചിൽ, അത് സംഭവിക്കും. അതുപോലെ മസിൽ വേസ്റ്റിംഗ്, പെട്ടെന്ന് മസിലില്ലായ്മ, മസ്കുലാർ ആയിട്ടുള്ള ബോഡി പെട്ടെന്ന് അതില്ലാതാവുക, മെലിഞ്ഞു പോവുക. ആൻഡ് ഓവറോൾ ബോഡി വീക്ക്നെസ്, പെട്ടെന്നുണ്ടാകുന്ന ശരീര തളർച്ചയെല്ലാം ഈ മാരാസ്മസ് വഴി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഏകദേശം പാർട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിൽ ബി there for you. Thank you. Have a nice day. ആയാ ഇതിൽ ചാറ്റൊന്നും വന്നില്ല.